പോകുന്ന വെറും ഒരു അച്ഛൻ എന്ന നിലയിനേക്കാളുപരി എല്ലാവരെയും സ്വീകരിക്കാനുള്ള വിശാലമായ ഹൃദയമുള്ള ആ പുഞ്ചിരിയോടുകൂടിയുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും കാര്യങ്ങളോടുള്ള ഗൗരവവും എല്ലാം അടങ്ങിയിട്ടുള്ള ആളായി ഇന്നും നിലകൊള്ളുന്നു എന്നുള്ളതാണ് അച്ഛൻ്റെ ചാക്കോ ചെറുമലച്ഛൻ്റെ ഏറ്റവും മഹത്വം എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. 25 വർഷമായ ഒരു അച്ഛനാണെന്നൊന്നും അച്ഛനെ നോക്കിയാലും പറയാൻ സാധ്യതയില്ല. അദ്ദേഹം ഇവിടെ പ്രിൻസിപ്പാളായതുകൊണ്ടാണ് തോന്നുന്നു അഭിവന്യ പിതാവ് ഒരു പള്ളിയിൽ കൊച്ചച്ഛനായിട്ട് വെക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നത്. നല്ല ചെറുപ്പമാണ് ഇപ്പോൾ, നല്ല ഫ്രഷായിട്ടിരിക്കുന്ന, എല്ലാവരെയും സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു നല്ലൊരു വൈദികൻ, അതിരൂപതയിലെ ഏറ്റവും പ്രിയപ്പെട്ട വൈദികരിൽ ഒരാളാണെന്ന് പറയാൻ വളരെ സന്തോഷമാണ്. ഞാനുമായിട്ടുള്ള അടുപ്പം വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന അച്ഛൻ്റെ അമ്മയും വീട്ടുകാരും ഞങ്ങൾ പറവട്ടാനിയ ഇടവക്കാരായിരുന്നു. ഞാൻ അതിനു മുമ്പ് തൃശ്ശൂർ ബസിലിക്ക പുത്തമ്പള്ളി ഇടവകക്കാരനായിരുന്നു. പിന്നീട് സെമിനാരി പഠനത്തിൻ്റെ ഏകദേശം ഒരു പകുതി കഴിയാറായപ്പോൾ ഞങ്ങളുടെ വീട്ടുകാർ പറവട്ടാനിയിലേക്ക് മാറുമ്പോൾ അച്ഛൻ്റെ വീട്ടുകാർ പറവട്ടാനി പള്ളിയുടെ മുൻപിലുള്ള വഴിയിൽ പടിഞ്ഞാറത്തല അങ്ങാടി എന്ന് പറയും, അവിടെ താമസിച്ചിരുന്നവരായിരുന്നു. ഞാൻ എൻ്റെ വൈദിക പട്ടം സ്വീകരിക്കുന്നതിന് മുമ്പായി ഈ പറവട്ടാനിയിലേക്ക് വീട് മാറിയപ്പോൾ അച്ഛൻ്റെ വീട്ടുകാർ വൈദിക പട്ടത്തിൻ്റെ മുമ്പായിട്ട് കാച്ചേരി ഇടവകയിലേക്ക് വീട് മാറി എന്നാണ് മനസ്സിലാക്കുക. അതുകൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഇപ്പോഴും വളരെ നന്നായിട്ടുണ്ട്. പല യാത്രകൾക്കൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പോകാറുണ്ട്. ഇപ്പോഴും ആ ഒരു ബന്ധം നിലനിർത്തി കൊണ്ടുപോകുന്നു. അച്ഛൻ്റെ ബ്രദേഴ്സിനെയൊക്കെ ഞങ്ങൾ പലപ്പോഴും പലയിടങ്ങളിലും കണ്ട് ഈ ബന്ധം നിലനിർത്താനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇവിടെ ഈ BEd കോളേജിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുതൽക്കൂട്ടാണ് ചാക്കോച്ചൻ ചെറുമലച്ചൻ്റെ ഇവിടുത്തെ സാന്നിധ്യം, പ്രിൻസിപ്പൽഷിപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ വളർച്ചയ്ക്ക് വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് നമ്മുടെ അച്ഛൻ. അതുകൊണ്ട് ഈ മഹാജൂബിലി ട്രെയിനിങ് കോളേജിന് ഒരു കാരണവശാലും ഇദ്ദേഹത്തെ മറക്കാൻ സാധിക്കില്ല. അത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി ഇവിടെ ഓരോ വർഷങ്ങളിലെ പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവര് ഒത്തിരിയേറെ സ്ഥലങ്ങളിലെ അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന അധ്യാപകര് ഒന്നും അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല. ഇന്ന് ഒരു പ്രവൃത്തി ദിനമായതുകൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവരെല്ലാവരും ഒരു പക്ഷേ മുൻപ് പഠിച്ചു പോയവർക്ക് ഒരു പക്ഷേ ഒരു വാക്ക് കിട്ടിയാൽ മതി ഇവിടെ ഓടിയെത്താനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇതെല്ലാം ഒരു ആമുഖമായി പറയുകയാണെങ്കിൽ ആരാണ് യഥാർത്ഥത്തിൽ വൈദികൻ എന്ന് പറയുന്നതിന്റെ ചോദ്യത്തിന്റെ മറുപടി ഒരു പക്ഷേ എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള വിധത്തിൽ ഈ വൈദികരുടെ മധ്യസ്ഥനായ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനി പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: സ്വർഗത്തിൽ നിന്ന് ദൈവത്തെ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് ഒരു വൈദികൻ. അത് മറ്റാർക്കും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് എന്നാണ് വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനി പറഞ്ഞു വെച്ചിരിക്കുക. അദ്ദേഹം പറയുന്ന ഒരു വൈദികൻ തനിക്ക് കിട്ടിയിട്ടുള്ള ഈ പവർ, ഈ അധികാരം, ഈ കഴിവ്, അതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ മനസ്സിലായാൽ അദ്ദേഹം ഒരു പക്ഷേ ഹാർട്ട് അറ്റാക്ക് വന്നു മരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ദൈവത്തെ ഭൂമിയിലേക്ക് എല്ലാ ദിവസവും കൊണ്ടുവരാൻ സാധിക്കുന്നവനാണ് ഒരു വൈദികൻ. അതുകൊണ്ട് ഒരു അധ്യാപകൻ എന്ന നിലയിലേക്കാൾ കൂടുതൽ നമ്മുടെ ചാക്കോച്ചനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവരാനുള്ള വലിയ അധികാരം ലഭിച്ചിട്ടുള്ള അതിന്റെ 25ാം വാർഷികമാണ്, ജൂബിലിയിലാണ് അച്ഛൻ ഇപ്പോൾ ആയിരിക്കുക. അതുകൊണ്ട് ഇനിയും ഒത്തിരിയേറെ ജൂബിലികളുണ്ട്. ഇതെല്ലാം ഈ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ സ്വർഗത്തിൽ നിന്ന് ദൈവത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവരാനുള്ള കഴിവോടുകൂടെ ഇനിയുള്ള ജൂബിലികളും ഒക്കെ ആഘോഷിക്കുന്നതോടൊപ്പം ഈ ജീവിത രീതിയിൽ ദൈവം വിളിച്ചതിനെ അനുസരിച്ച് വിശ്വസ്തയോടുകൂടെ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടുവോ അതെല്ലാം ഇനിയും ഏറ്റവും ഭംഗിയായിട്ട് അനുഗ്രഹപൂരിതമായിട്ട് നിർവഹിക്കാൻ അച്ഛന് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛന്റെ ചാക്കോ ചെറുമലച്ചന്റെ ഈ സിൽവർ ജൂബിലി, ഈ ആഘോഷത്തിന്റെ ഈ ചടങ്ങ്, ഈ മീറ്റിംഗ് എല്ലാവരുടെയും അനുവാദത്തോടുകൂടി അച്ഛൻ ഇനിയും ദൈവാനുഗ്രഹത്തോടുകൂടി ഉണ്ടാകട്ടെ എന്നും
അച്ഛൻ വഴി ദൈവം ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ എല്ലാ തലത്തിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. എനിക്ക് തോന്നുന്നു നമ്മുടെ അതിരൂപതയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡിഗ്രിയുള്ള ഒരച്ഛൻ മറ്റാരും. അച്ഛൻ ഏതൊക്കെ ഡിഗ്രി എടുത്തേക്കുന്നത് അച്ഛൻ തന്നെ ഇവിടെ പറയായിരിക്കും നല്ലത്. എന്നെ കൊണ്ട് സാധ്യമല്ല. ഇപ്പൊ എന്തോ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. അപ്പൊ ഞാൻ അച്ഛനോട് ഒരിക്കൽ പറഞ്ഞു, അച്ഛൻ്റെ മുമ്പിൻ്റെ അവിടെ വെച്ചിട്ടുള്ള ബോർഡ് നമ്മൾ ഇത്തിരി വലുതാക്കേണ്ടതായിട്ട് വരും, കാരണം ഈ ഡിഗ്രികൾ എഴുതാനായിട്ട് പറ്റിയ വലിപ്പത്തിലുള്ള ബോർഡല്ല അത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വളരെ അഭിമാനത്തോടുകൂടെ, നേരം പോക്കായിട്ടല്ല അച്ഛൻ സംസാരിക്കുക, വളരെ അഭിമാനത്തോടെ ഇത്രമാത്രം ഡിഗ്രികൾ കരസ്ഥമാക്കിയിട്ടുള്ള ഒരു വൈദികൻ ഈ രൂപതയിൽ എന്നല്ല മറ്റുള്ള രൂപതകളുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ശരിക്കൊരു എഡ്യൂക്കേഷനിസ്റ്റ് എന്ന് വിളിക്കാം ചാക്കോ ചർമ്മലച്ഛനെ. കാരണം അറിവിന്റെ തലങ്ങള് മുഴുവനും പരിശോധിച്ച് അതൊക്കെ സ്പർശിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു വൈദികൻ. ഒരിക്കൽ കൂടെ സിൽവർ ജൂബിലി മംഗളങ്ങൾ നേരുന്നു. തൃശ്ശൂർ അതിരൂപതയുടെ ഒരു ഭാഗ്യമായി കാണുന്നു. ഈ മഹാജൂബിലി ട്രെയിനിങ് കോളേജിന്റെ ഒരു മഹാഭാഗ്യമായിട്ട് തന്നെ കാണുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ മീറ്റിംഗ്, ഈ ജൂബിലി മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നതോടൊപ്പം എൻ്റെ ചെറിയൊരു സമ്മാനം അച്ഛനെ ഞാൻ നൽകുകയാണ്. തിരിതെളിയിക്കുന്നതിന് വേണ്ടി എല്ലാ വിശിഷ്ട വ്യക്തികളും ദീപത്തിനടിയിലേക്ക് നിലനിൽക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അടുത്തതായി നമ്മുടെ കോളേജ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ചാക്കോച്ചിന് ഒരു ഉപകാരവും പൊന്നാടയും അണിയിക്കാൻ പോവുകയാണ്. ഉപകാരം സമ്മാനിക്കുന്നതിന് വേണ്ടി കോളേജ് മാനേജറായിട്ടുള്ള ജോസച്ചിനെയും പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടി അസിസ്റ്റന്റ് മാനേജർ ഷിജു അച്ഛനെയും ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചാക്കോച്ചിനെ ഇത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ഏതൊരു ആഘോഷ പരിപാടിയിലും നമ്മുടെ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ഭാഗമായിട്ട് നമ്മൾ മധുരം പങ്കുവയ്ക്കാറുണ്ട്. ഇന്ന് നമ്മളിവിടെ കേക്ക് മുറിച്ചുകൊണ്ടാണ് അത് നടത്തുന്നത്. കേക്ക് മുറിക്കുന്നതിന് വേണ്ടി ചാക്കോച്ചിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ചാക്കോച്ചിന്റെ ഒപ്പം കൂടെ നിൽക്കുന്നതിന് വേണ്ടി ചാക്കോച്ചിന്റെ ഏറെ പ്രിയപ്പെട്ട അമ്മച്ചിയെയും സഹോദരൻ ബാബുവിനെയും സഹോദരി സ്റ്റെല്ലയെയും, അതോടൊപ്പം തന്നെ മറ്റൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. അച്ഛൻ്റെ സഹോദരിയായിട്ടുള്ള സ്റ്റെല്ല ടീച്ചറുടെ ബർത്ത്ഡേയും കൂടെയാണ്. അപ്പം നമ്മുടെ എല്ലാവരുടെയും പേരിൽ നമ്മൾ ബർത്ത്ഡേയും കൂടി വിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ 3 പേരെയും കേക്ക് കഴിക്കുന്നതിന് വേണ്ടി ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
സ്റ്റേജിലുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളും കേക്കിന് അരികിലേക്ക് നീങ്ങി നിൽക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. സ്റ്റെല്ല ടീച്ചറുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് സ്റ്റെല്ല ടീച്ചർക്ക് ഒരു സമ്മാനം നൽകുന്നതിന് വേണ്ടി ചാക്കോച്ചനെ ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ സ്റ്റെല്ല ടീച്ചർ ഒരു വട്ടം കൂടി ബർത്ത്ഡേ പ്രമാണിച്ച് കേക്ക് കട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. താങ്ക് യു അച്ഛൻ, താങ്ക് യു സ്റ്റെല്ല ടീച്ചർ. അടുത്തതായിട്ട് ഒരു മനോഹര ഗാനവുമായി നമ്മുടെ മുമ്പിൽ എത്തുന്നു BEd 2023-25 ബാച്ചിലെ NJTC വിദ്യാർത്ഥികൾ. സെൻറ്ററിലേക്ക് നമ്മൾ നീങ്ങുന്നു.
നമുക്ക് വേണ്ടി മനോഹര ഗാനം ആലപിച്ച എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പ്രത്യേകം നന്ദി. അടുത്തതായി നമുക്ക് ആശംസകളാണ്. നമുക്ക് വേണ്ടി ആദ്യമേ തന്നെ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത് നമ്മുടെ ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും GPA പ്രസിഡന്റുമായിട്ടുള്ള മിസ്റ്റർ ഷെരീലാണ്. അദ്ദേഹത്തെ ഏറ്റവും സ്നേഹപൂർവ്വം ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. സംസാരിച്ച ജോസച്ചൻ, മേനകൻ, സർവകക്ഷി പാർട്ടി വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കൾ, ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ ജോസച്ചൻ പറഞ്ഞതുപോലെ വളരെ ഗൗരവത്തോടു കൂടിയിട്ടാണ് ആൾ ചില തമാശകളോട് പറഞ്ഞ് അവതരിപ്പിച്ചു പോയത്. ഞാൻ മാനേജേഴ്സിനോട് ചോദിക്കുകയായിരുന്നു, എൻ്റെ ഒരു ചെറിയ സ്ക്രീൻഷോട്ട് ഉണ്ടായിരുന്നു അദ്ദേഹം പഠിച്ച ഒരു വിഷയത്തിൻ്റെ. അതിൽ മൈ പ്രൊഫൈൽ എന്ന് എഴുതിയിട്ടാണ് ക്വാളിഫിക്കേഷനിൽ 1-25 വരെ എത്തിപ്പോൾ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വയസ്സൊന്ന് കൂട്ടി നോക്കിയതായിരുന്നു. 51 ആവുന്നുണ്ട്. ഇതുപോലെ പഠിച്ചു തുടങ്ങിയത് ഞാൻ മാനേജേഴ്സിനോട് ചോദിച്ചു. നമ്മളൊക്കെ പ്രോഫിറ്റ് ബയോഡാറ്റ അടിക്കുന്നത് ഇതിൽ നമുക്ക് ബയോഡാറ്റ അടിക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും നമ്മളൊക്കെ ബയോഡാറ്റിനെ ഒരുപാട് കണ്ടിട്ടുണ്ട്, പല ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട്, റിക്വസ്റ്റുമായി ബന്ധപ്പെട്ട്. അതിൽ ഒരുപാട് വിശദീകരണത്തിന് ശേഷം ക്വാളിഫിക്കേഷൻ അവിടെ BEd PG കണ്ടു. പക്ഷെ ഇമാതിരി ബയോഡാറ്റ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. സാധാരണ പണം കൂടുമ്പോഴും വിദ്യാഭ്യാസം കൂടുമ്പോഴൊക്കെ അവനവൻ്റെ ജീവിതത്തിലും സംസാരത്തിലും പെരുമാറ്റത്തിലൊക്കെ വലിയ മാറ്റം ഉണ്ടാവാം. ഇടക്കാലങ്ങളിലൊക്കെ എന്തൊക്കെയോ നമുക്ക് സ്വയം തോന്നാറുണ്ട്, മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് തോന്നാറുണ്ട്. പക്ഷേ ഈ 1.5 വർഷ കാലയളവിൽ ഇവിടെ വന്നിട്ടുള്ളത് വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ്. പക്ഷെ ഇത്രയേറെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു അംഗീകാരമുള്ള ഒരു മനുഷ്യനാണെങ്കിലും ഈ പറയുന്ന അച്ചപ്പെട്ട ഇത്ര വർഷങ്ങളായിട്ടും ഈ ഒരു സ്ഥാപനം കണിത കൃഷ്ണമണിയെ പോലെ ഇത്ര കാലം കൊണ്ട് നടന്നിട്ടുണ്ട്. ഒരു പുതിയൊരാൾ കടന്ന് തൻ്റെ മുൻപിലേക്ക് വന്ന് ഇരിക്കാൻ പറഞ്ഞ് അവരോട് സംസാരിച്ച് ആ വന്ന വിഷയത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു പറഞ്ഞയക്കുമ്പോഴും ആ മുഖത്തെ പുഞ്ചിരിയിൽ ഒരു മാറ്റം ഈ നാളിന് വരെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ ഈ വേദിയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. വിദ്യാഭ്യാസം എന്നുള്ളത് ഞാൻ എല്ലാ വേദിയിലും പറയാറുണ്ട്. തൻ്റെ കയ്യിൽ ലഭിക്കുന്ന പുസ്തകങ്ങൾ, ആ പുസ്തകം രാവും പകലും ഇരുന്ന് കാണാപ്പാടം പഠിച്ച് മാർക്ക് വാങ്ങുന്നതാണ് നമ്മുടെ നാട്ടിലെ വലിയ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. പക്ഷെ ഒരു മനുഷ്യനോട് എത്ര സൗമ്യമായി നല്ല രീതിയിൽ പെരുമാറണമെന്നുള്ളതും ആ മുൻപിലിരിക്കുന്നവൻ നമ്മളോട് സംസാരിക്കാൻ വരുന്നത് കേൾക്കാനുള്ള മനസ്സെങ്കിലും ഉണ്ടാകണമെന്നുള്ളതും ഇടക്കാലങ്ങളിലൊക്കെയാണ് ഞാനൊക്കെ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. പൊതുപ്രവർത്തനം ചെയ്തത് ഇപ്പം എൻ്റെയൊക്കെ ഞാൻ കുട്ടിക്കാലത്ത് പോലെ എൻ്റെ നേതാവായിട്ട് മോഹൻദാസൊക്കെ ഉണ്ട് തോന്നുന്നു. അദ്ദേഹത്തിന് സുഹൃത്തോടിരിക്കുന്നു. എപ്പോഴാണ് അദ്ദേഹത്തെ മോഹൻദാസ്. പണ്ട് ഞാൻ ഇടക്കാലങ്ങളിൽ ഒരു എൻ്റെ പാർട്ടിയുടെ ഒരു സ്ഥാനത്തിലേക്ക് ലോകസമ്മേളനത്തിന് ശേഷം ആയപ്പോൾ 2013 അന്ന് എന്നോട് ഈ മനുഷ്യൻ വിളിച്ച് ചോദിച്ചൊരു കാര്യം, ഇപ്പോൾ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്, പക്ഷെ ആളുകളെ പേരൊന്നും മറക്കരുത്. ഒപ്പം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ മുൻപിലേക്ക് വരുന്ന ഏകദേശം 50% ആളുകൾക്കാണ് വീട്, വെള്ളം, മറ്റനുബന്ധ സാഹചര്യങ്ങൾ വരുന്നത്. ബാക്കി 20% അപ്പം ഉണ്ടാകുന്ന വിഷയങ്ങളാണ്, തത്സമയം ഉണ്ടാകുന്ന വിഷയങ്ങൾ, സാമ്പത്തിക ആകാം, അസുഖമാകും. ബാക്കി 30% ആളുകൾക്ക് ഒന്നും വേണ്ട. അവരെ ഒന്ന് കണ്ടാൽ ഒന്ന് ചിരിച്ചാൽ മതി, പറ്റുമെങ്കിൽ അവരൊന്നും പറയുന്നത് കേട്ടാൽ മതി, അവരുടെ പേരറിയുമെങ്കിൽ പേര് വെച്ചത് പുറത്ത് തട്ടിയാൽ മതി എന്ന് പറയും. പക്ഷെ നമ്മളൊക്കെ പലരും മറന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പരസ്പരമുള്ള സംസാരം, ബഹുമാനം എന്നത്. ബഹുമാനമാണെങ്കിലും ആദരവാണെങ്കിലും നമ്മൾ കൊടുത്താൽ മാത്രം തിരിച്ചു കിട്ടുന്ന ഒന്നാണ്. ഞാൻ വലിയ എന്തോ ആണ് എന്ന് പറഞ്ഞാലൊന്നും പണ്ടത്തെ പോലെ ഒന്നല്ല. കുട്ടികളാണെങ്കിലും ബഹുമാനം തിരിച്ചു കിട്ടും. പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ, ഇതുപോലെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, ഇത്രയേറെ വിദ്യാഭ്യാസപരമായി മുന്നോട്ട് പോകുമ്പോൾ, ഇനി അടുത്തുള്ള പഠിക്കാൻ പോകുന്നതൊക്കെ കേട്ടത്, അപ്പോഴും ഞാൻ പറയുന്ന ഒറ്റ വാചകമാണ്, നമുക്കൊരാളുടെയും മനസ്സിലാക്കാനുള്ള കഴിവില്ല, അളക്കാൻ കഴിയില്ല. പക്ഷെ നമ്മുടെ മുൻപിലുള്ള സംസാരത്തിൻ്റെയും അനുഭവങ്ങൾ മാത്രമാണ് നമ്മൾ ഒരാളെ വിലയിരുത്തുന്നത്. എന്തിനും നെഗറ്റീവ് മാത്രം സംസാരിക്കുന്ന ഒരു ലോകത്തേക്കാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തിനും വിവാദങ്ങൾ മാത്രം ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്.
നവമാധ്യമങ്ങളാണെങ്കിൽ സോഷ്യൽ മീഡിയ എന്തെടുത്താലും നെഗറ്റീവാണ്. ഏതൊരു പോസിറ്റീവ്, ഒരു കുട്ടി ഡാൻസ് കളിക്കുകയാണെങ്കിൽ അതിൻ്റെ നെഗറ്റീവായി, ഇഷ്ടമല്ലെങ്കിൽ അത് തള്ളി മാറ്റി മറ്റേത് ഇഷ്ടമുള്ളത് കാണാനുള്ള പോലും ചിന്തിക്കുന്നില്ല. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിലും ഏവർക്കും മാതൃകയാക്കാവുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഇന്ന് ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തി എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനിയും അദ്ദേഹത്തിന്റെ മരണം വരെ എത്ര നാൾ സർവേശ്വരൻ അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും കൊടുക്കുന്നുണ്ടോ അത്രയും നാൾ ആളുടെ എന്താ പറയുക, ഞാൻ വേറെ വാക്കൊന്നും ഉപയോഗിക്കുന്നില്ല, മാക്സിമം പഠിക്കാൻ കഴിയട്ടെ. ഒരു വാചകം കൂടി ഞാൻ മനസ്സിനോട് ഞാൻ സൂചിപ്പിച്ച വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയുമെന്ന് അറിയില്ല. കഴിഞ്ഞ ഈ ഭീഷ്മപർവം സിനിമയുടെ ഷൂട്ടിങ്ങിന് ശേഷം ഈ പ്രൊമോഷന്റെ ഭാഗമായി ഓൺലൈൻ വ്യാപകമായി പ്രൊമോഷൻ ഉണ്ട് സിനിമ ഷൂട്ടിംഗ് തന്നെ. അപ്പം മമ്മൂട്ടിയോട് ആങ്കർ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇപ്പോഴും വലിയ തുകകൾ തന്നെയാണോ ചോദിച്ചു വാങ്ങുന്നത് ചോദിക്കും, എപ്പോഴും പൈസയോടാണ് ആർത്തി എന്ന് ചോദിക്കുന്നത്. അപ്പോൾ മമ്മൂട്ടി പറയുന്നൊരു മറുപടി, ഞാൻ എൻ്റെ അധ്വാനത്തിൻ്റെ പ്രതിഫലം വാങ്ങുന്നുണ്ട്, പക്ഷെ അത് ഇന്ന പറയുന്ന അടിയിൽ അറിയിട്ടൊന്നുമില്ല, പക്ഷെ എനിക്ക് ആർത്തി പുതിയ ക്യാരക്ടറുകൾ ചെയ്യാനും അഭിനയിക്കാനുള്ളതാണ്. പക്ഷെ ഇവിടെ ഒരു ആർത്തി എന്നുകൊണ്ട് ഇങ്ങനെ പഠിക്കാൻ ആർത്തി കാണിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ വേറെ ജീവിതത്തിൽ കണ്ടില്ല. അത് മാത്രമല്ല, ആ പഠനം, ആ പഠിച്ചതിൻ്റെ അനുഭവം, ആ വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാം ഇവിടെ വരുന്ന കുട്ടികളിൽ സ്നേഹത്തിൻ്റെ ഭാഷയും ഗൗരവത്തിൻ്റെ ഭാഷയും ഏതൊക്കെ ഒരു വാചകം നമ്മൾ ഏതൊക്കെ ഭാഷയിൽ നമ്മുടെ സംസാരത്തിന് ടോണാണ്. ഒരു ഭക്ഷണം കഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ അതൊരു ടോണാണ്. ആ ഏതൊക്കെ തരത്തിലുള്ള ടോൺ ഉപയോഗിക്കാമെന്നൊരു ഡിഗ്രി എടുത്ത മനുഷ്യനും കൂടിയാണ്. കാരണം ഞാൻ കുറേ വൈഫിൻ്റെ ഭാഗത്ത് കേട്ടിട്ടുണ്ട്. ചീത്തയാണെങ്കിലും തലോടലാണെങ്കിലും സ്നേഹമാണെങ്കിലും ഉപദേശമാണെങ്കിലും എങ്ങനെ പരിചരിക്കാമെന്ന് ഇത്രയും ഒരു മനുഷ്യൻ. അപ്പോൾ ആ മനുഷ്യന്റെ കീഴിൽ വന്നിട്ടുള്ള കുട്ടികൾ ഒരിക്കലും അവരുടെ സമയം അവർ നഷ്ടപ്പെടുത്തിയിട്ടുള്ളതൊന്നും വെറുതെയാകില്ല എന്ന് മാത്രമേ ഞാൻ ഉറപ്പെടുത്തിക്കൊണ്ട് ഇനിയും കുറച്ച് ദിവസം ആളുകൾ വളർന്നതുകൊണ്ട് ഇനിയും എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുന്നില്ല. അപ്പോൾ ഇനിയും സർവേശ്വരൻ അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും നന്മകളും നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. ശരി, സാറിന്റെ നല്ല വാക്കുകൾക്ക് ഒത്തിരി നന്ദി. സാറ് പറഞ്ഞതുപോലെ മാതൃകയാക്കാൻ പറ്റുന്ന ഒരു രൂപമാണ് നമ്മുടെ ചാക്കോച്ചൻ്റേത്. അപ്പോൾ ഇനിയും ഇവിടെ പഠിക്കാൻ വരുന്ന എല്ലാ വിദ്യാർത്ഥികളും മാതൃകയാകട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആശംസിക്കുന്നു. അടുത്തതായി ഇവിടെയുള്ള ഓരോ വിദ്യാർത്ഥികളോട് ചോദിച്ചാലും അവർക്കറിയാം ഇവിടെ ഒരു പിതാവിന്റെ സ്ഥാനം വഹിക്കുന്ന ഒരാളാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ജോൺസൺ സാർ. അധ്യാപകരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആശംസകൾ നേരുന്നതിന് വേണ്ടി ജോൺസൺ സാറിനെ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും സ്നേഹം നിറഞ്ഞ കോൺസുലച്ച ശുചിത്വ മറ്റു വിശിഷ്ട വ്യക്തികളെ, എൻ്റെ സഹപ്രവർത്തകരെ, അച്ഛൻ്റെ കുടുംബാംഗങ്ങളെ, സിസ്റ്റേഴ്സ്, സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ്, ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ്, അയൽപ്പക്കത്തിൽ നിന്ന് വന്നിട്ടുള്ള സുഹൃത്തുക്കൾ, എല്ലാവർക്കും ഒറ്റ വാക്കിൽ നമസ്കാരം പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അച്ഛനെക്കുറിച്ച് നമ്മളെല്ലാവരും പള്ളിയിൽ തന്നെ ശുചിത്വത്തിൻ്റെ വാക്കുകളോട് നമുക്ക് മനസ്സിലാക്കി തുടങ്ങി. കൂടുതൽ പറയാനായിട്ട് ഞാനൊന്ന് കൂട്ടിച്ചേർക്കുക മാത്രമാണ് ചെയ്യുന്നത്. വൈദിക പഠനത്തെക്കുറിച്ച് പറഞ്ഞു, വൈദിക പ്രവൃത്തിയെക്കുറിച്ച് തന്നെ മാത്രം പറഞ്ഞു. തീർച്ചയായിട്ടും വൈദിക പ്രവൃത്തിയോടൊപ്പം കൂട്ടിച്ചേർത്ത് പറയാവുന്ന ഒന്നാണ് അധ്യാപക വൃത്തി എന്ന് പറയുന്നത്. നമ്മൾ ക്രിസ്തുവിനെ പോലും ഗുരു എന്നാണ്. തീർച്ചയായിട്ടും അധ്യാപകനാണ്. 100% അധ്യാപക വൃത്തിയിൽ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ അച്ഛൻ എന്ന് ഞാൻ ഈ സമയത്ത് ഞാൻ പറയുന്നത്. കാരണം അച്ഛൻ ഇവിടെ കാണുന്നത് 12 കൊല്ലം മുന്നാണ്. 2012 ഞാൻ എംബഡിൽ ചേർക്കുമ്പോൾ ഫിലോസഫി പഠിപ്പിക്കുന്ന അച്ഛനാണ്. അതിനു മുന്നേ ഞാൻ പറവട്ടാനിലെ സ്വന്തം ഇടവക്കാരനായിരുന്നു കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ ആ പള്ളിക്കാരിയുടെ ജംഗ്ഷനിലെ മൂലയ്ക്ക് ഒരു വെളിപ്പാടകല വെള്ളങ്ങാടിയിൽ അച്ഛനുണ്ട്, ഒരു വെളിപ്പാടകല മഹാത്മാ സ്ട്രീറ്റ് റോഡ് മുന്നേ മോൾസേനച്ഛനുണ്ട്, ഞാൻ നടുക്കുണ്ട്. അങ്ങനെ അതിന് ശേഷം പിന്നെ അവിടെ തന്നെയാണ് ഞാനും അച്ഛനും സ്ഥാനാർത്ഥിനും കുറവാനേക്കാൾ പാടൊക്കെ എനിക്ക് തോന്നുന്നു വളർത്തച്ഛൻ തന്നെയാണ് എനിക്ക് തോന്നുന്നു. അവിടെ തന്നെയാണ് പറവട്ടാനി പള്ളിയിൽ സെൻറ് ആൻഡ്രീസ് സ്കൂൾ, അത് കഴിഞ്ഞ് സെൻറ് തോമസ് സ്കൂൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് 12 കൊല്ലം മുന്നേ എത്തിയപ്പോൾ എൻ്റെ ഗുരു എന്ന് പറയുന്നത് ഞാൻ പൂർണ്ണ അർത്ഥത്തിലാണ്. ഫിലോസഫി പഠിപ്പിക്കുന്ന സാറാണ് എൻ്റെ അച്ഛൻ. ഫിലോസഫി പഠിപ്പിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം, മറ്റ് സബ്ജക്റ്റ് പോലെയല്ല ഫിലോസഫി പഠിപ്പിച്ചു തുടങ്ങിയ ആ അധ്യാപകന് എല്ലാവരും ഗുരുസ്ഥാനം കൊടുത്തിട്ട് ഞങ്ങളുടെ പല 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 പല
വിശ്വാസങ്ങളാണ് പഠിക്കുന്നത്. മീൻസ് എല്ലാ വിശ്വാസങ്ങളും ആ ഏത് വിശ്വാസത്തിൻ്റെയും നല്ല വശങ്ങൾ പഠിപ്പിച്ചു തരുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഗുരുസ്ഥാനം കൊടുക്കും. ഒരു 1-2 കൊല്ലം കഴിഞ്ഞാൽ ആ അധ്യാപകൻ നിർത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ മനസ്സിൽ നിന്ന് ആ അധ്യാപകരുടെ സ്ഥാനം പോകാം. പക്ഷെ ഗുരു എന്ന് നമ്മൾ കൊടുക്കുമ്പോൾ ജീവിതകാലം മുഴുവനും നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന, മോട്ടിവേറ്റ് ചെയ്യുന്ന, എന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഗുരു എന്ന് പൂർണ്ണാർത്ഥത്തിൽ പറയുന്നത്. ആ അർത്ഥത്തിൽ എൻ്റെ അച്ഛൻ ഈ 12 കൊല്ലം ഞാനിവിടെ വർക്ക് ചെയ്തിരിക്കുമ്പോഴും ഓരോ ദിവസവും, ഞാൻ എടുത്തെടുത്ത് പറയുന്നത് ഓരോ ദിവസവും എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ എൻ്റെ ഗുരു. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാണ്. ചെറിയ കാര്യങ്ങളായിരിക്കാം എങ്കിലും ഞാനത് പറയാണ്. ഒരു 2-3 ദിവസം മുന്നേ മോഡൽ എക്സാം കഴിഞ്ഞു ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റിൻ്റെ. അപ്പോൾ അവരോട് ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ എക്ലിക്റ്റിസം അല്ലേ, ഇപ്പോഴും ഞാൻ ആ വാക്ക് കൃത്യമായിട്ട് പഠിച്ചു വരികയാണ് വെച്ചാൽ എക്ലിക്റ്റിസിസം അല്ലേ, എക്ലിക്റ്റിസം ആ വാക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ലേ മക്കൾക്ക്? അപ്പോൾ ഞാൻ MD പഠിച്ചിട്ടുണ്ട്. MD കുട്ടികളും പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഈ എക്ലിക്റ്റിസം. ആ സമയത്ത് ഞാൻ പഠിപ്പിച്ചില്ലല്ലോ. അപ്പം ഞാൻ എൻ്റെ മനസ്സിലോർത്തും സിലബസിലില്ലാത്തല്ലേ. പക്ഷേ അച്ഛൻ പറയുന്നത് സിലബസിനപ്പുറം നമ്മൾ പഠിപ്പിക്കണം, എന്നിട്ട് എനിക്ക് ക്ലാസ് തരാണ് അച്ഛൻ. അപ്പോഴും എന്നെ പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഞാൻ ആ സംഭവം ജീവിതത്തിൽ മാറി. അതൊരു 2-3 ദിവസം ഉണ്ടായി. അതുകൊണ്ടാണ് തുടർച്ചയായിട്ട് പഠിക്കുന്നത്. ഇന്നലെ ഞാൻ റിപ്പോർട്ട് വയ്ക്കുമ്പോൾ എന്തായാലും എൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കുറിച്ചാണ് എന്ന് പറഞ്ഞത്. അച്ഛൻ്റെ ഇംഗ്ലീഷ് ഗ്രാഹ്യം ചിലരെല്ലാം നമ്മൾ കാണുന്ന പോലെയല്ല. എൻ്റെ ഇൻഫോർമൽ ലാംഗ്വേജാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ആ ഇൻഫോർമൽ ലാംഗ്വേജ് റിഫൈൻ ചെയ്ത് ഫോർമൽ ലാംഗ്വേജ് ആക്കി തരികയാണ്. ഇന്നലെയും കൂടി അച്ഛൻ്റെ നിന്ന് ഞാൻ ആംഗലേയ ഭാഷ നല്ല രീതിയിൽ പഠിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഗുരുസ്ഥാനം കൊടുത്തിരിക്കുന്നു എന്നുള്ളത്. ഞാൻ പറയുന്നു, അദ്ദേഹത്തിൻ്റെ ചോരയിൽ, രക്തത്തിൽ ഈ അധ്യാപക വൃത്തി അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. നമുക്കറിയാം, വേറൊരു അറിവാണ് കേട്ടോ, ഇവിടെ ആരും പറയാത്തൊരു അറിവ്. 19 പേർക്ക് വേണ്ടി രക്തപ്പൊഴും കൊടുത്തിട്ടുണ്ട്. 19 പ്രാവശ്യം 25 പ്രാവശ്യം അച്ഛൻ രക്തം കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്നും ചിന്തിക്കാനും കൊടുത്തിട്ടുണ്ട്. അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളുടെ പോലെ ആവില്ല ഗ്രൂപ്പ് അച്ഛൻ്റെ T പോസിറ്റീവോ, കാരണം ടീച്ചിങ് പോസിറ്റീവ്. ആ ചോരയിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ് ഈ അധ്യാപകർ. ആ ഇംഗ്ലീഷിനോടുള്ള മഹിമ വെറുതെ ഭാഷാ പ്രയോഗത്തിലോ ഒരു റിപ്പോർട്ട് എഴുതുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഒരു ദിവസം ഞാൻ അച്ഛൻ്റെ സ്റ്റാഫ് റൂമിൽ, അച്ഛൻ്റെ റൂമിലേക്ക് ഞാൻ കയറി ചെല്ലുമ്പോൾ കുട്ടികളെ കോളേജ് ഇംഗ്ലീഷ് ആന്തം അച്ഛൻ പഠിപ്പിക്കുകയാണ്. ഞാൻ അപ്പം ചിന്തിച്ചു, അച്ഛനെ ഇങ്ങനെ വെസ്റ്റേൺ മ്യൂസിക്കിൽ ഞാനുണ്ടോ? അപ്പം ഞാൻ അത് പറയുന്നത്, നമ്മൾ ഈ കാണുന്ന ഈ ഡിഗ്രിക്കപ്പുറം വെറുതെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാത്രമല്ല അച്ഛൻ്റെ, അത് പ്രായോഗികമാക്കാനുള്ള ഒരു ശേഷി കൂടി അച്ഛനുണ്ട്. അതെൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ആ അച്ഛന് ഞാൻ ഇന്ന് ഇനിയും ആശംസ പറയാനായിട്ട് പലരുണ്ട്. അതുകൊണ്ട് ഞാൻ വേഗം ഒന്ന് ചുരുക്കുകയാണ്. അതിന് മുന്നായിട്ട് അച്ഛനെ ഇംഗ്ലീഷിനോടുള്ള ആ സ്നേഹം കൊണ്ട് അച്ഛന് വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ 2 വരി പാട്ട് പാടാൻ പോകണം. പാടിക്കോട്ടെ? അച്ഛന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൽ ആ സംഗീത മഹിമയൊന്നും നോക്കണ്ട. പിന്നെ വേറൊരു കാര്യം, മുൻകൂർ ജാമ്യം എടുക്കേണ്ടത് ജോസച്ചനാണ്. ജോസച്ചൻ നല്ലൊരു ഡിസിഷനാണ്. അപ്പോൾ അച്ഛൻ എന്നോട് 2 വരി, അത് ഈ 2 വരി എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അച്ഛൻ ചേരുന്നതാണ്. ആ വൈദിക വൃത്തി 25 കൊല്ലം പിടിച്ചു നിൽക്കുക. അതിൻ്റെ ഒരു മഹിമ നമുക്ക് ശുചിത്വം പറഞ്ഞു തന്നു. തീർച്ചയായിട്ടും ദൈവിക പ്രഭ ഉള്ള വ്യക്തിത്വം തന്നെയാണ്. അപ്പോൾ ആ വ്യക്തിയെ ഓർത്ത് നോക്കി സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള ആ പ്രാർത്ഥന ഇംഗ്ലീഷിൽ ചൊല്ലാതെ ഇംഗ്ലീഷിൽ പാട്ടിൻ്റെ രൂപത്തിൽ ശരിക്കും ഈ ഒരു പ്രാർത്ഥന ശകലം എൻ്റെ ഒരു ദക്ഷിണയും കൂടിയാണ് കേട്ടോ. മറ്റ് വാക്കുകളിലൂടെ, ഈ വാക്കുകളിലൂടെ, ഈ ഈണത്തിലൂടെ എൻ്റെ ഗുരുവിന് ഞാൻ കൊടുക്കുന്ന ഒരു ദക്ഷിണ. Our Father, who art in heaven, hallowed be thy name. Thy kingdom come, thy will be done on earth as it is in heaven. Give us this our daily bread, and forgive us our trespasses,
Give us this our daily bread and forgive us our trespasses, as we forgive those who trespass against us. And lead us not into temptation, but deliver us from evil. And lead us not into temptation, but deliver us from evil. Dear Father, dear Father. താങ്ക് യു ജോൺസൺ സാർ. സാറിൻ്റെ നല്ല വാക്കുകൾക്കും ആ മനോഹര ഗാനത്തിനും ഞാൻ എല്ലാവരുടെയും പേരിൽ പ്രത്യേകം നന്ദി. അടുത്തതായി എല്ലാ ടീച്ചേഴ്സിൻ്റെ അവരുടെ ഭാഗത്തു നിന്ന് ചാക്കോച്ചന് ഒരു ഉപഹാരം സമ്മാനിക്കാൻ പോവുകയാണ്. അതിനായി എല്ലാ അധ്യാപകരെയും സ്റ്റേജിലേക്ക് സാദരം ക്ഷണിക്കുന്നു. സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ചാക്കോച്ചനെ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഓഫീസ് സ്റ്റാഫുകളെയും ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാ അധ്യാപകർക്കും നന്ദി. അടുത്തതായി നമ്മുടെ മുമ്പിൽ മറ്റൊരു മനോഹര ഗാനവുമായി B.Ed 22-24 ബാച്ചിലെ വിദ്യാർത്ഥികളെത്തുന്നു. അടുത്തതായി
ചാക്കോച്ചന് ആശംസകൾ നേരുന്നതിന് വേണ്ടി എലനോറ ബാച്ചിന്റെ ചെയർപേഴ്സൺ ആയിട്ടുള്ള അശ്വതി ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മാന്യസദസ്സിന് വന്ദനം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അധ്യാപകരെ, അനധ്യാപകരെ, എന്റെ പ്രിയ കൂട്ടുകാരെ, അതേപോലെ ഏറ്റവും സ്നേഹത്തോടെ അച്ഛന്റെ വീട്ടിൽ നിന്ന് വന്ന ആൾക്കാരെ, ഇന്ന് നമ്മൾ ആനന്ദത്തിന്റെ നിറവിലാണ്. കാരണം നമ്മുടെ കോളേജിന്റെ യശസ് ഉയർത്തുന്നതിനായി അക്ഷീണം പ്രയത്നിക്കുന്ന നമ്മുടെ സ്നേഹം നിറഞ്ഞ പ്രിൻസിപ്പൽ ചാക്കോ അച്ഛന്റെ വൈദിക ജീവിതത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണ്. ഈ അവസരത്തിൽ അച്ഛനോടൊപ്പം ഇതിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഞങ്ങൾ ഏറെ സന്തുഷ്ടരാണ്. കഴിഞ്ഞ 25 വർഷങ്ങൾ വിളിച്ചവനോട് വിശ്വസ്തത പുലർത്തി തിരുസഭയ്ക്കും പ്രത്യേകിച്ച് നമ്മുടെ ഈ കോളേജിനും ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഇനിയുള്ള ജീവിതത്താഴയിൽ എല്ലാവർക്കും അറിവിന്റെയും സ്നേഹത്തിന്റെയും മാതൃക നൽകുവാൻ അച്ഛനെ ഇനിയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ജൂബിലിയുടെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അശ്വതിയുടെ നല്ല വാക്കുകൾക്ക് നന്ദി. എലനോറ ബാച്ചിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് യൂണിയൻ ചാക്കോച്ചിന് ഒരു ഗിഫ്റ്റ് സമ്മാനം നൽകാൻ പോവാണ്. അതിനുവേണ്ടി എല്ലാ യൂണിയൻ മെമ്പേഴ്സിനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ചാക്കോച്ചിനെ ഞങ്ങൾ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ചാക്കോച്ചന് ആശംസകൾ നേരുന്നതിന് വേണ്ടി 2022-24 ബാച്ചിലെ വൈസ് ചെയർപേഴ്സൺ ആയിട്ടുള്ള ലേലിയ ജോൺ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്നേഹബഹുമാനപ്പെട്ട ജോസ് കോമിക്ക് വെച്ച ഞങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട ചാക്കോച്ച, വേദിയിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, ചാക്കോച്ചൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, മറ്റ് ക്ഷണിക്കപ്പെട്ട അതിഥികളെ, എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഇങ്ങനെ ഒരു അവസരം വന്നു ചേർന്നതിന് ഞാൻ സർവേശ്വരനോട് നന്ദി പറയുന്നു. കാരണം ഞങ്ങളുടെ ബാച്ചിലെ ചെയർപേഴ്സൺ ആയിട്ടുള്ള ഏഞ്ചലിന്റെ സാന്നിധ്യത്തിലാണ് ഈ ആശംസ അർപ്പിക്കുന്ന കർത്തവ്യത്തിൽ നിക്ഷിപ്തമായി ഞാനിവിടെ നിൽക്കുന്നത്. നമ്മൾ ഏറെ നാൾ കാത്തിരുന്ന ഒരു സുന്ദര നിമിഷത്തിലാണ് നാം ഇന്നായിരിക്കുന്നത്. അതെ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ചാക്കോച്ചന്റെ പൗരോഹിത്യ രചിത ജൂബിലിയാണ് ഇവിടെ ആഘോഷിക്കുന്നത്. പുരോഹിതൻ സേവനം ചെയ്യുവാനും അനുഗ്രഹിക്കുവാനും ശക്തിപ്പെടുത്തുവാനുമുള്ള ദൈവിക വിളിക്ക് ഉത്തരം പകർന്നു. എന്നാൽ ഇന്ന് പുരോഹിതനായിരിക്കുന്ന ഗുരുവിനെ ആശംസിക്കുന്ന ദിനമാണ്. അധ്യാപനവും ഒരു വിളിയാണ്, സമൂഹത്തിന് വെളിച്ചമാകാനുള്ള ഒരു വിളി. ഈ രണ്ട് വിളികളോടും ആത്മാർത്ഥമായി ഉത്തരം കൊടുത്ത ഒരാളാണ് ചാക്കോച്ചൻ. അതെ, ഇതുവരെ പറഞ്ഞതെല്ലാം ഔപചാരികതയാണ്. ഇന്നത്തെ ദിനത്തിന്റെ അനിവാര്യത ഇനി പറയാനുള്ളത് ഞങ്ങൾ മക്കൾക്ക് ഒരു അപ്പനോട് പറയാനുള്ള ആശംസയാണ്. അതെ, അവരുടെ ശബ്ദമായാണ് ഞാനിവിടെ വേദിയിലായിരിക്കുന്നത്. ഈ നിമിഷം വരെയും, ഈ കോളേജിൽ എത്തിച്ചേർന്ന ഈ നിമിഷം വരെയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ചലനങ്ങളെ സസൂക്ഷ്മം വീക്ഷിക്കുകയും ഞങ്ങളെ നേർവഴിക്ക് നടത്തുകയും ചെയ്ത നല്ലൊരു അധ്യാപകനും രക്ഷിതാവുമായിരുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട ചാക്കോച്ചൻ. ഞാൻ ചാക്കോച്ചൻ എന്നെടുത്ത് പറയുമ്പോൾ ഒരു പ്രിൻസിപ്പലിനെ ചാക്കോച്ചൻ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യവും സ്നേഹവും ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്കത് സാധ്യമാകുന്നത്. ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഞങ്ങളോട് പറയാറുണ്ട്, ഞങ്ങൾക്കുമുണ്ട് ഒരു പ്രിൻസിപ്പൽ എന്ന് വെച്ചാൽ ഈ പ്രിൻസിപ്പലിനെ പോലെയല്ല. വേറെ അനുഭവമാണ് ഈ കോളേജിൽ വന്ന് ഇത്രയും കാലം ഞങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചത്. അതൊരിക്കലും ഒരു പ്രിൻസിപ്പലിൻ്റെതായ ഔപചാരികതയല്ല. ഞങ്ങൾ ഏത് പ്രശ്നത്തിനും ഓടിച്ചെല്ലുവാനും പറയാനുമുള്ള സ്വാതന്ത്ര്യവും അടുപ്പവും ഞങ്ങൾക്ക് അച്ഛനോടുണ്ടായിരുന്നു. ഞങ്ങൾ നൽകിയ ഒരു ഉത്തരവും ഈ ഓഡിറ്റോറിയത്തിലാണ് ഞങ്ങൾ ഓരോ അസംബ്ലിയും സമ്മേളിച്ചിരുന്നത്. അവിടെ അച്ഛൻ ചോദിക്കുന്ന
ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞങ്ങൾ നൽകിയ ഒരു ഉത്തരവും അഭിനന്ദിക്കപ്പെടാതെ പോയിട്ടില്ല. പാരിതോഷികത്തിന്റെ വലിപ്പത്തിലല്ല, അഭിനന്ദിക്കുന്നതിനും വളർത്തുന്നതിനുമുള്ള നിതാന്ത ശ്രദ്ധയുള്ള ഒരു അധ്യാപകനായിരുന്നു ചാക്കോച്ചൻ. തിരക്കേറിയ തന്റെ കർമ്മമണ്ഡലത്തിലായിരിക്കുമ്പോഴും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളെ ഭവനത്തിൽ സന്ദർശിക്കുവാനും മനസ്സിലാക്കുവാനും കാണിച്ച മനസ്സ് എത്ര പറഞ്ഞാലാണ് മതിയാവുക. ഒരു നല്ല അധ്യാപകൻ ജീവിതാന്തം വരെ വിദ്യാർത്ഥിയായിരിക്കണമെന്ന തത്വം സ്വന്തം ജീവിതത്തിലൂടെ നിറവേറ്റിയവരാണ്. കഠിനാധ്വാനത്തിന് പകരം വയ്ക്കുവാൻ മറ്റൊന്നിനുമാകില്ലെന്ന് സ്വജീവിതത്തിലൂടെ ഉദ്ഘോഷിച്ചവരാണ്. സമയത്തിന് സ്വർണത്തേക്കാൾ വില നൽകിയ അധ്യാപകൻ. വിശേഷണങ്ങൾക്ക് വാക്കുകൾ തികയാതെ വരും. ഗുരുവിന്റെ കാർക്കശ്യത്തിലായിരിക്കുമ്പോഴും സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും ഞങ്ങളെ അമ്പരപ്പിച്ച ഒരാളായിരുന്നു ചാക്കോച്ചൻ. അതുപോലെ ഒരിക്കലും മറക്കാനാവാത്തൊരു യാത്രയപ്പ് നൽകിയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പടിയിറങ്ങിപ്പോയത്. ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ആശംസിക്കുന്നു, ഇനിയും ഒരുപാട് ദൂരം കർമ്മവേദിയിൽ ശോഭയോടെ തിളങ്ങട്ടെ. ഇനിയും ഒരുപാട് കൈകളിലേക്ക് വിദ്യയുടെ നിറദീപം പകർന്നു നൽകുവാൻ സർവേശ്വരൻ അച്ഛൻ ഇടം നൽകട്ടെ. ഈ സ്നേഹത്തിന് പകരം നൽകുവാൻ മറ്റൊന്നും തികയാതെ വരിക വാക്കു തരുന്നു. അധ്യാപന വൃത്തിയിലായിരിക്കുവോളം പഠിച്ചതൊന്നും മറക്കില്ല. ഓർത്ത് അഭിമാനിക്കാൻ നൽകത്തക്ക വിധം ഒരുപാട് നിമിഷങ്ങൾ നിങ്ങൾ അച്ഛനെ സമ്മാനിക്കും. ഒരിക്കൽ കൂടി പൗരോഹിത്യ രജത ജൂബിലി നിറവിലായിരിക്കുന്ന അച്ഛന് ആത്മാർത്ഥമായ ആശംസകൾ നേർന്നുകൊണ്ട് തരുന്നു. താങ്ക് യു. ലേലേച്ചി പറഞ്ഞ ആ നല്ല വാക്കുകൾക്ക് ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ പ്രത്യേകം നന്ദി പറയുന്നു. 24 ബാച്ചിന്റെ ഒരു ഉപഹാരം ഒരു ചാക്കോച്ചന് നൽകാൻ പോവുകയാണ്. നൽകുന്നതിന് വേണ്ടി ആ ബാച്ചിലെ എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ചാക്കോച്ചനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഒരാളോട് പുറത്തേക്ക് അറിയില്ല. ബാക്കി കുറച്ച് പേര് ഇറങ്ങി. അച്ഛൻ ഇപ്പം കുറച്ച് പേര് ഇറങ്ങി, കുറച്ച് പേര് ഇറങ്ങി. അച്ഛൻ അച്ഛൻ ഈ സൈഡിലേക്ക് നീങ്ങി നീങ്ങി. ഓക്കെ ഓക്കെ റെഡി റെഡി എടുല്ലേ? പിടിച്ചോ പിടിച്ചോ. റെഡി 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 റെഡി. ഓക്കെ. ബഹുമാനോട് ചാക്കോച്ചന സമ്മാനം പൊട്ടിച്ചു നോക്കുന്നത് പ്രത്യേകം ഓർമ്മിക്കുകയാണ്. ഒരു സർപ്രൈസ് ഉണ്ട് എന്നുള്ളത്. അച്ഛൻ്റെ 15 പേജുകള് ആ പേര് ഉപയോഗിച്ചിട്ടാണ് അച്ഛൻ്റെ ചിത്രം വരച്ചിരിക്കുന്നത്. അച്ഛൻ്റെ 15 പേജുകളുടെ പേരുകൾ നമുക്ക് ആ പിക്ചറിൽ കാണാനായിട്ട് സാധിക്കും.
ഡാഫോഡിൽസ് ബാച്ചിലെ എല്ലാവർക്കും പ്രത്യേകം നന്ദി. അടുത്തതായി ആശംസകൾ നേരുന്നതിന് വേണ്ടി മഹാജൂബിലി കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിലെ അധ്യാപകരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന റോസ്ലി ടീച്ചറെ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ കലാലയത്തിന്റെ പ്രിൻസിപ്പലെന്നവരെ അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും ഈശ്വരചിന്തയുടെയും ഒരു വസന്തം തന്നെ ശ്രമിച്ച് പ്രയാണം തുടരുന്ന പൗരോഹിത്യത്തിന്റെ രചന ചുമരിയുടെ നിറവിൽ ശാന്തസുന്ദരനായിരിക്കുന്ന നമ്മുടെ പ്രിയ ചാക്കോച്ചന് രചിത ചുമരിയുടെ 1000 പ്രാർത്ഥനാശംസകൾ നേർന്നുകൊള്ളുന്നു. നിനക്ക് എൻ്റെ കൃപ മതി എന്ന ഈശോയുടെ വാഗ്ദാനത്തിൽ നമ്മുടെ പ്രതിസന്ധികളെ തരണം ചെയ്തു തരാൻ ദൈവത്തിന് ധാരാളം വഴികളുണ്ടെന്നും അവയെല്ലാം യഥാസമയം സർവേശ്വരൻ അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിക്കട്ടെ എന്നും ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ടും നിർത്തട്ടെ. നന്ദി, നമസ്കാരം. റോസ്ലി ടീച്ചറിന്റെ നല്ല വാക്കുകൾക്ക് ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ പ്രത്യേകം നന്ദി. അടുത്തതായി നോൺ ടീച്ചിങ് സ്റ്റാഫുകളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഇവിടെയായിരിക്കുന്ന റെനി ചേച്ചിയെ ആശംസകൾ നേരുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാം അറിയാം, നമ്മളൊരു പുരോഹിതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചു വരുന്നതാണെങ്കിൽ പുരോഹിതൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി മാത്രമല്ല, മറിച്ച് പുരോഹിതൻ എന്ന് പറയുന്നത് ഈശോയുടെ പ്രതിരൂപമാണെന്നാണ് നാം എല്ലാവരും പഠിച്ചു വരുന്നത്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുരോഹിതൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനനം മുതൽ മരണം വരെ ഏതൊക്കെ കൂതാശകൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ടോ ആ എല്ലാ കൂതാശകളിലും ഒരു പുരോഹിതന്റെ ആശീർവാദവും സാമീപ്യവും നമുക്കുണ്ടായിരിക്കും. അത്തരത്തിലൊരു മകനെ വളർത്താനായിട്ട് അച്ഛൻ സാധിച്ചു. അതിന് വളരെ നന്ദി പറയുന്നു. മറ്റു കുടുംബാംഗങ്ങൾ പലർക്കും പ്രോത്സാഹിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഈ 25 വർഷക്കാലം അച്ഛൻ്റെ ഭൗതികത്തിൻ്റെ 25 വർഷക്കാലം അനേകം മക്കളെ ഈശോയിലേക്ക് അടുപ്പിക്കുന്നതിനായിട്ട് അച്ഛനെ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ കോളേജിൻ്റെ ഏത് ആവശ്യങ്ങളിലും നമ്മുടെ കോളേജിൻ്റെ വിശ്വസിക്കുന്നതിനായിട്ട് അച്ഛൻ പ്രയത്നിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നതിന് നല്ലൊരു മാതൃകയാണ്. തന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ വളരെ ഭംഗിയായി നിർവഹിക്കുന്നതിനായിട്ട് അച്ഛൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളെല്ലാവരും പറഞ്ഞു വളരെയധികം ഡിഗ്രികൾ അച്ഛനിട്ടുണ്ടെന്ന്. നമുക്കറിയാം, നമ്മൾ എന്തെങ്കിലും പണി നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ തന്നാൽ നമ്മളിതിനെ പറയും നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്ന്. അതേസമയം അച്ഛൻ ഒരു പ്രിൻസിപ്പാൾ എന്ന രീതിയിൽ ഇവരുടെ ഉത്തരവാദിത്തങ്ങൾ പാലിക്കുന്നതോടൊപ്പം അച്ഛൻ ഏൽപ്പിച്ചിരിക്കുന്ന ഇവരുടെ ഉത്തരവാദിത്തങ്ങളും ഒപ്പം തന്നെ തൻ്റെ അറിവ് എത്രമാത്രം മുന്നിലേക്ക് എത്താമോ അത്രയും പഠിക്കാനും അച്ഛൻ്റെ മനസ്സ് കാണിക്കുന്നുണ്ട്. ഇനിയും അച്ഛൻ്റെ ജീവിത വഴിയിൽ ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ ദൈവം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. റെനി ചേച്ചിക്ക് ഒരുപാട് നന്ദി. അടുത്തതായി 2024 ബാച്ചിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആശംസകൾ നേരുന്നതിന് വേണ്ടി ഫാദർ ഗ്ലാഡ്വിൻ പോളിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അതിരൂപത വികാരി ചിന്നനാടും കോളേജിന്റെ മാനേജറുമായ മോൺസിഞ്ഞോർ ജോസ് കോനികരിച്ച, കോളേജിന്റെ അസിസ്റ്റന്റ് മാനേജർ ഷിജു വിളിച്ച, ജൂബിലിരിക്കുന്ന ചാക്കോച്ച, വേദിയിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, അധ്യാപകരെ, ചാക്കോച്ചന്റെ കുടുംബാംഗങ്ങളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ആദ്യം തന്നെ ചാക്കോച്ചന് പൗരോഹിത്യ ജൂബിലിയുടെ മംഗളങ്ങളും പ്രാർത്ഥന ആശംസകളും ഏറ്റവും സ്നേഹപൂർവ്വം നേരുകയാണ്. അച്ഛനെ കുറിച്ച് ഞാൻ ഷിജു പറഞ്ഞ പോലെ കുറെ ഒരുങ്ങി കഴിഞ്ഞു. സമയത്ത് കുറവുള്ള 2 കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. അച്ഛനൊരു SA ആയെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. SA എന്ന് പറയുന്നത് അച്ഛൻ പോലീസ് ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് സ്ട്രിക്റ്റ് ആയതുകൊണ്ടല്ല, അച്ഛൻ്റെ ജീവിതം വളരെ സിസ്റ്റമാറ്റിക് ആണ്. എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ റൂം പോയി നോക്കിയാൽ ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ്. അച്ഛൻ്റെ റൂമിൽ പോയിട്ടുള്ള ടീച്ചർക്ക് ഞാൻ അച്ഛനോട് 2 മാസം 3 മാസത്തോളം ഉണ്ടായിരുന്നു ജോലി ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതിൽ കാര്യം പെട്ടെന്ന് വേണമെങ്കിൽ ചോദിച്ചാൽ കിട്ടും. ഞാൻ ദിവസം അച്ഛൻ തുന്നണ സൂചികൾ ചോദിച്ചു, എത്ര ടൈപ്പ് സൂചി വേണം, എത്ര ടൈപ്പ് നൂല് വേണം എന്ന് പറഞ്ഞിട്ട്
ഒരു ബോക്സ് എടുത്ത് കൊണ്ടുവന്നു. അതിൽ കൃത്യമായിട്ട് എഴുതി വെച്ചേക്കാം തുന്നൽ സാധനങ്ങൾ വേണ്ടി, നീഡിൽസ് വേണ്ടി. നമുക്കൊരു പുസ്തകം വേണം, അല്ലെങ്കിൽ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പുസ്തകമാണെങ്കിൽ അതുവരെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അച്ഛൻ അവിടെ റൂമിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രത്തോളം സിസ്റ്റമാറ്റിക് ആയിട്ട് ജീവിതം, തന്റെ പഠന മേഖലയിലും തന്റെ പുരോഗതി ജീവിതമാണെങ്കിലും നയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ചാക്കോച്ചൻ. രണ്ടാമത് അയ്യാണ്, ഇൻസ്പിറേഷനാണ്. നമുക്ക് എന്തായാലും ഇൻസ്പയർ ചെയ്യുന്ന വ്യക്തിയാണ് ചാക്കോച്ചൻ. ഞങ്ങൾ എന്ത് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ആലോചന വന്നപ്പോൾ ഏഞ്ചല് ഞങ്ങളുടെ ചെയർപേഴ്സൺ ചോദിച്ചാൽ എന്ത് ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഈ നടത്തുന്ന പള്ളിയിലാണ് ഇരിക്കുന്നത്. അപ്പൊ അവൻ അവിടെ ഒരു പയ്യൻ ഇങ്ങനെ വന്നിട്ട് വരയ്ക്കും, പേരുകളൊക്കെ വെച്ച് വരയ്ക്കും. ക്രിസ്ത്യാനോ റൊണാൾഡോ, മോഹൻലാലൊക്കെ പറഞ്ഞ പേര് വെച്ച് വരച്ചിട്ടുണ്ട്. CR7 ലാലിനൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അവിടെ ചോദിച്ചില്ല, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നിനക്ക് അച്ഛൻ്റെ 15 PG വെച്ചിട്ട് വരയ്ക്കാൻ പറ്റുമോ ചോദിച്ചു. പറഞ്ഞു ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, റിസ്ക് ആണ്. എന്നിരുന്നാലും ഈ പറഞ്ഞ അച്ഛൻ ഇത്രയധികം PG കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നോ, അപ്പൊ അതുകൊണ്ട് ഞാനത് അറ്റംപ്റ്റ് നടത്തി നോക്കാന്ന് പറഞ്ഞിട്ട് അവൻ ഏകദേശം ഒരു 10-12 മണിക്കൂർ എടുത്തിട്ടാണ് അച്ഛൻ്റെ 15 PGയുടെ പേരുള്ള ആ പിക്ചർ വരച്ചത്. അപ്പൊ അച്ഛനെ അവനങ്ങനെ പരിചയമൊന്നുമില്ല, പക്ഷെ അച്ഛൻ്റെ ആ പഠനത്തോടുള്ള താല്പര്യം, അച്ഛന് പഠിച്ചുകൊണ്ടിരിക്കുന്ന താല്പര്യം കണ്ടുകൊണ്ട് അവൻ ഇൻസ്പയർഡ് ആവാണ്. അവൻ ആ പിക്ചർ വരയ്ക്കേണ്ട താല്പര്യം. അങ്ങനെ ആ പിക്ചർ വരച്ചത് ഏകദേശം 10-12 മണിക്കൂർ എടുത്തിട്ടാണ് വരച്ചത്. അപ്പൊ എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ ജീവിതം ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, ഞാൻ അച്ഛനുമായി പരിചയമില്ലാത്തൊരു വ്യക്തിക്കാണ് ഇൻസ്പിറേഷൻ ആയിട്ട് മാറിയത്. അച്ഛൻ്റെ ആ ജീവിതം ഞാൻ പറഞ്ഞ പോലെ വളരെ സിസ്റ്റമാറ്റിക് ആണ്, വളരെ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്നൊരു ജീവിതമാണ്. ഇനി അങ്ങോട്ടുള്ള പൗരോഹിക ജീവിതത്തിലും ആ മൂല്യങ്ങള്, ഗുണങ്ങള് അച്ഛൻ ജീവിതം ഉണ്ടാകട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും പ്രത്യേകമായിട്ട് ഞങ്ങൾ 2022-24 ബാച്ചിന്റെ പ്രതിനിധി എന്ന നിലയിൽ അച്ഛന് ഒരിക്കൽ കൂടി പൗരോഹിക ജൂബിലിയുടെ എല്ലാവിധ പ്രാർത്ഥന മംഗളങ്ങളും ദൈവാനുഗ്രഹം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഗ്ലാഡ്നസ് പറഞ്ഞതുപോലെ തന്നെ ചാക്കോച്ചനെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം, അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ സിസ്റ്റമാറ്റിക് ആണ്, വളരെ ഓർഗനൈസ്ഡ് ആണ്. നമുക്ക് എല്ലാവർക്കും അത് മാതൃകയാക്കാൻ പറ്റാവുന്നതാണ്. അപ്പോൾ ഗ്ലാഡ്നസിന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രത്യേകം നന്ദി. കർത്താവിന്റെ ജോലി ഭൂമിയിൽ തുടരാൻ നിയോഗിക്കപ്പെട്ടവരാണ് ഓരോ പുരോഹിതരും. ആ നിയോഗത്തെ ഹൃദയപൂർവ്വം ഏറ്റുവാങ്ങി 25 വർഷങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ചാക്കോച്ചൻ. മറുപടി പ്രസംഗത്തിനായി ഏറെ ബഹുമാനത്തോടും ആദരവോടും കൂടെ ചാക്കോച്ചനെ ഞങ്ങൾ ക്ഷണിക്കുന്നു. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾ പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ തന്നെയാണോ എന്ന് ചിന്തിച്ചു നോക്കി. ഇത്രയും സൂപ്പർലേറ്റീവായിട്ടാണ് ഇങ്ങനെ കുറിച്ച് അവതരിപ്പിച്ചത്. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്ന പോലെ I am what I am by the grace of God. ഞാൻ എന്തായിരിക്കുന്നുവോ ദൈവത്തിൻ്റെ കൃപയാണ്. നിങ്ങൾ പറഞ്ഞിട്ടുള്ള എന്ത് നല്ല കാര്യങ്ങൾ പറഞ്ഞതുകളും എനിക്ക് മുകളിലേക്ക് നോക്കാനേ സാധിക്കുന്നുള്ളൂ. ദൈവം നൽകിയതല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും നൽകിയില്ല. ഓരോ സ്റ്റെപ്പിലും ദൈവം ഒപ്പം ഉണ്ടായിരുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട ജോസച്ച, ഷിജച്ച, വിശിഷ്ട വ്യക്തികളെ, കുടുംബാംഗങ്ങളെ, ഇവിടെ വന്ന് ചേർന്നിട്ടുള്ള എല്ലാവരെയും ഒറ്റവാക്കിൽ ഞാൻ അഭിസംബോധന ചെയ്യാം. ആദ്യമേ തന്നെ ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. ഈ 25 വർഷം ഷിജച്ചൻ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ, പള്ളിയിലെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ, ജോസച്ചൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ കൃപയല്ലാതെ ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? എന്തു പറയാനാ, എന്താ ഇപ്പോൾ ചെയ്യാ, കൃപയെന്നല്ലാതെ എന്തു പറയാനാ എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ കൃപയല്ലാതെ ഒന്നും നമുക്കില്ല. അതുകൊണ്ട് ദൈവത്തോട് എന്നും സർവശക്തനായ ദൈവത്തോട് ഞാൻ ഈ 25 വർഷം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം. ഒപ്പം എൻ്റെ വിശുദ്ധനായിട്ടുള്ള, എൻ്റെ പേരിൻ്റെ വിശുദ്ധനായുള്ള വിശുദ്ധ യാക്കോബ് ശ്ലീഹയോട് ഞാൻ പ്രാർത്ഥിക്കാം. യാക്കോബ് ശ്ലീഹയുടെ മാധ്യസ്ഥം പ്രത്യേകമായിട്ട് യാചിക്കാറുണ്ട്. അന്വേഷിച്ചൊക്കെ വിശുദ്ധ സെയിം തന്നെയാണ്. ഒപ്പം തന്നെ നമ്മളിപ്പോൾ ഇതുപോലെ ജൂബിലി ആഘോഷിച്ചു. അടുത്ത വർഷം അതുക്കും മേലെ നമുക്ക് ഷിജോച്ചൻ്റെ ജൂബിലി ആഘോഷിക്കണം. ഈ ഡിസംബറിൽ അതിൻ്റെ ആരംഭമാണ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന രീതിയിൽ നമുക്ക് മനോഹരമായിട്ട് അച്ഛൻ്റെ ജൂബിലി ആഘോഷിക്കണം. അച്ഛൻ്റെ ജൂബിലിയും പള്ളിയുടെ വെഞ്ചിരിപ്പം ഒരുമിച്ചാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഏകദേശം പള്ളിപ്പണി തീരാറായ അവസരമാണ്. ഏതായാലും ഞാൻ നമ്മൾ വേർപെട്ടു പോയിട്ടുള്ള അപ്പനെ ഓർക്കുകയാണ്. അപ്പൻ്റെ വലിയ ത്യാഗവും ഒക്കെയാണ് ഞാനിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഉള്ള കാര്യം. ഒപ്പം തന്നെ അമ്മ ഒപ്പമുണ്ട്. അമ്മയ്ക്കും ഈ ജൂബിലി കാണുവാനുള്ള അവസരം
അമ്മ ഇങ്ങനെ വരാമെന്ന് പറഞ്ഞ് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. അപ്പം ബാങ്കിലായിരുന്നു, എനിക്ക് നമുക്ക് പറയണം. അപ്പം ബാങ്കിലായിരുന്നു. ബാങ്കിലാകുമ്പോൾ പ്രശ്നമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇടവകം വീട് മാറും, പല സ്ഥലത്തായിരിക്കും ഞങ്ങൾ. അപ്പം ഞാനൊക്കെ ജനിച്ചത് പച്ചാളത്ത് വെച്ചാണ്, അവിടെയാണ് ഞാൻ ജനിച്ചത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വീടും ജോലി മാറുമ്പോൾ പാറശാലയ്ക്ക് പോയി. അതുപോലെ തന്നെ അവിടെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കുഴുവിനാൽ പോയി, അവിടെ നേഴ്സിലൊക്കെ പഠിച്ചത് അവിടെയാണ്. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും കുരിയേച്ചിലേക്ക് മാറി, പിന്നെ പറവട്ടാനിക്ക് മാറി. ഇങ്ങനെ ഓരോ സ്ഥലത്തേക്കും ഓരോ കുട്ടികൾ ജനിക്കും. അങ്ങനെയാണ് ഞാൻ ജനിച്ചത്, പച്ചാളത്ത് വെച്ചിട്ടാണ്. നേരത്തെ പറഞ്ഞതുപോലെ അച്ഛൻ പറഞ്ഞതുപോലെ 9 മക്കളാണ്. ഞാൻ 6ാം തമ്പുരാനാണ്, 6ാമത്തെ ആളാണ് ഞാൻ. അതിൽ അഭിമാനിക്കുന്നു. എനിക്ക് 3 ചേട്ടന്മാര്, 3 അനിയന്മാര്, 2 പെങ്ങന്മാരാണ് ഉള്ളത്. എല്ലാവരും സാധിക്കുന്നു. മിക്കവാറും എല്ലാവരും ഇതിൽ എത്തിച്ചേർന്നതിലും വളരെ സന്തോഷം. കാരണം ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ക്രിക്കറ്റ് കളിക്കുമ്പോൾ വേറെ ആരും പോകണ്ട, ഞങ്ങൾ തന്നെ ഒരു ടീമാണ്. അടുത്തുനിന്ന് 1-2 പേരും മതി. ഇങ്ങനെ നല്ലൊരു ടീമായിട്ട് കളിച്ച് രസിച്ച് വളർന്ന കാലഘട്ടം ഞാൻ ഓർക്കാണ് പറവട്ടാനിയിൽ. ഒപ്പം ഞാൻ ഓർക്കുന്ന കുടുംബത്തെ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. നമ്മൾ വളർന്നു വന്ന വഴികൾ, അപ്പോൾ കുടുംബത്തിലെ എല്ലാവരെയും നന്ദിയോടുകൂടി ഞാൻ ഓർക്കുകയാണ്. ഒപ്പം എന്നെ സെമിനാരിൽ എടുത്തത് മൺമറഞ്ഞു പോയ ഞങ്ങളെല്ലാം ബഹുമാനിക്കുന്ന കുണ്ടുകുളം പിതാവാണ് ഞങ്ങൾ സെമിനാരിലേക്ക് ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയത്. പിതാവിനെ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. പിതാവിൻ്റെ ആത്മീയാശ്വാസം നേരുകയാണ്. പിന്നെ ഞങ്ങളെ വളരെയധികം വളർത്തിയ ഒരു പിതാവാണ് ജേക്കബ് പൂവഴി പിതാവ്. പിതാവ് ഇപ്പോഴും ഉണ്ട്. പിതാവ് നല്ല ആരോഗ്യത്തിൽ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഏത് കാര്യത്തിനും എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതാണ്. ഓരോ ഡിഗ്രി എടുക്കുമ്പോൾ ഞാൻ പിതാവിനോട് പറയും, പിതാവിന് ഒരു ഡിഗ്രി കിട്ടിയിട്ടോ. പിതാവ് പറയും, എത്രയോ ഡിഗ്രി, അപ്പം അതൊക്കെ പറയുള്ളൂ, ഇനി എനിക്ക് കുറച്ച് ഓർമ്മ തരുമോ എന്നൊക്കെ പിതാവ് ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ വളരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പിതാവാണ്. പിതാവിന് ഓർക്കാണ്. പിന്നെ ആൻഡ്രൂസ് പിതാവാണ് എനിക്ക് പഠിക്കാനും PhD ചെയ്യാനും ഒക്കെ അനുവാദവും പ്രോത്സാഹനവും നൽകിയത്. ഇപ്പോൾ നമ്മുടെ അതിരൂപത പിതാവിനെ, ആൻഡ്രൂസ് പിതാവിനെ നന്ദിയോട് ഓർക്കുന്നു. ഒപ്പം ഞാൻ ഓർക്കുന്ന ഒരു വ്യക്തിയാണ് ടോണി പിതാവ്. ഞങ്ങൾ മൈനസ് സെമിനാരിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ റീജൻസി ബ്രദറായിരുന്നു ടോണി പിതാവ്. പിതാവാണ് ശരിക്കും, ഞാൻ കുട്ടികളൊക്കെ പറയാം, ഷോർട്ട് നോട്ട് എടുക്കുന്ന വിധങ്ങളെ എല്ലാ ബാച്ചിലും പഠിപ്പിച്ചു കൊടുക്കാറ്. അതെന്നെ പഠിപ്പിച്ചത് ടോണി പിതാവ്. ആ ഒരു പഠിപ്പിക്കലാണ് ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ പിന്നീട് എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ പിതാവാണ് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു കാര്യത്തെ നോട്ട് എടുക്കേണ്ടത്, എങ്ങനെയാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് അത് എഴുതേണ്ടത് എന്നൊക്കെ പഠിപ്പിച്ചിരുന്നത് ടോണി പിതാവാണ്. ഇന്നും നന്ദി, പിതാവിൻ്റെ അസാന്നിധ്യത്തിൽ ഇന്ന് ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഒരു കാര്യം ഞാൻ ഇവിടെ പറയുകയാണ്, ഒരിക്കലും ഞാനത് കുറവായിട്ട് പറയുന്നില്ല, അത് അഭിമാനത്തോട് ഞാൻ പറയുന്നു. ഞാൻ 4ാം ക്ലാസ്സിലൊക്കെ ഞങ്ങളുടെ വീട്ടിൽ കുറേ പേരുണ്ടല്ലോ, അപ്പോൾ ക്ലാസ്സുകളൊന്നും പഠിക്കുന്നു. ഇപ്പം എപ്പോഴും അമ്മയ്ക്കും മക്കളോർക്കും നമ്മുടെ പഠനത്തിന് ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ 4ാം ക്ലാസ് വരെ ഇങ്ങനെ കളിച്ച് നടന്ന് ഇരിക്കുന്ന സമയം 4ാം ക്ലാസ്സിൽ റിസൾട്ട് വന്നു, ഞാൻ തോറ്റു. വലിയ വിഷമമായി. എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന കൂട്ടുകാരൊക്കെ 5ാം ക്ലാസ്സിലേക്ക്, ഞാൻ 4ാം ക്ലാസ് സെക്കൻഡ് ഇയർ. അപ്പോൾ എനിക്ക് വളരെ വിഷമമായി. കാരണം എല്ലാവരും അന്നൊക്കെ തോൽക്കും, അന്നൊക്കെ സ്വാഭാവികമാണ്. ഇന്ന് ആരും തോൽക്കില്ല, മനഃപൂർവ്വം എനിക്ക് വിചാരിച്ച മാത്രമേ തോൽക്കുള്ളൂ. അപ്പോൾ അങ്ങനെ 4ാം ക്ലാസ്സിൽ പഠിച്ച തോൽവിയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ തോറ്റില്ലായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പ് പറയുന്നു, ഞാൻ ഒരിക്കലും SSLCക്ക് ഡിസ്റ്റിങ്ഷൻ വാങ്ങില്ല. അന്ന് തോറ്റു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇങ്ങനെ പഠിച്ചാൽ പോരാ. അമ്മയ്ക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. പിന്നെ ഞാൻ 4:30 കഴിഞ്ഞ് പഠനം കളി കഴിഞ്ഞ് 5:15 കുളിച്ച് പഠിക്കുന്നത് ഒറ്റയ്ക്ക് 5ാം ക്ലാസ്. ഞാനിത് വളരെ പറയുന്നത്. പിന്നെ അത് ആ ഒരു തോൽവി എനിക്കൊരു അനുഗ്രഹമാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, ചില തോൽവികളൊക്കെ ജീവിതത്തിലെ ആവശ്യമാണ്. വിജയിക്കുക മാത്രമല്ല, ചില തോൽവികളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുന്നത് ദൈവം നമുക്ക് ഉയർത്താനായിട്ടുള്ള ചില വഴികളാണ്. അപ്പോൾ ആ തോൽവി ഞാൻ അനുഗ്രഹമായിട്ടാണ് പറയുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ജോസച്ചൻ, ഞങ്ങളൊക്കെ ഫ്രണ്ട്സാണ്, ഒപ്പം ഒരേ ഇടവകക്കാരാണ്. ഒത്തിരി പ്രോത്സാഹിപ്പിക്കുന്ന അച്ഛനാണ്. ഞാൻ ജോലി ചെയ്യുമ്പോൾ 2 വർഷം 2009-10 ആ സമയത്ത് അച്ഛനെ ഞാൻ എപ്പോഴും ഇങ്ങനെ അച്ഛൻ്റെ പ്രവർത്തനങ്ങളിൽ നോക്കിയിരിക്കുകയായിരുന്നു. അച്ഛൻ ആ സമയത്ത് കിള്ളിമംഗലം പള്ളി പണിയും. ആ ജോലി ചെയ്തിരിക്കുമ്പോൾ ഒരു അച്ഛൻ മാത്രമേ ഉള്ളൂ അച്ഛനായിട്ട്. അച്ഛനാണ് ഹോസ്റ്റലിൻ്റെ വാർഡനും. ഇതെല്ലാം വളരെ രസകരമായി കുട്ടികൾക്കൊക്കെ എന്ത് താല്പര്യമായിരുന്നു.
ആവശ്യ സമയത്ത് വേണ്ടത്ര കൃത്യതയോടെ ചെയ്യും. ചില സമയത്ത് കുട്ടികൾക്ക് ഫുട്ബോൾ കളി കാണണം, അപ്പം അനുവാദം കൊടുക്കുകയും അങ്ങനെ ഒരു കോളേജിൽ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള പാഠങ്ങൾ ശരിക്കും ഞാൻ പഠിച്ചത് ജോസച്ചനിൽ നിന്നാണ്. പ്രത്യേകമായിട്ട് നന്ദിയോടുകൂടി അച്ഛനെ ഓർക്കുകയാണ്. കാരണം അച്ഛൻ പ്രോത്സാഹനം, ഇപ്പോൾ അച്ഛൻ നമ്മുടെ മാനേജറാണ്. ഇപ്പോൾ വരുമ്പോഴും വളരെ കൃത്യമായിട്ട് നമുക്കൊരു മാനേജർസിനെ സംസാരിക്കുന്നത് എത്രയോ രസകരമായിട്ടാണ് അച്ഛൻ പ്രോത്സാഹിപ്പിക്കുന്നത്. അച്ഛനെ എന്നും ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നതായിരിക്കും, പ്രത്യേകത ഓർക്കുന്നു. പിന്നെ ഷിജു അച്ഛൻ നമുക്കറിയാം എപ്പോഴും നമ്മളൊപ്പമുണ്ട്. ഏതൊരു കാര്യത്തിനും വളരെ രസം. നാക്ക് വന്നപ്പോൾ നാക്കിന് നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും എങ്ങനെയാണ് മുന്നേറുന്നത് ദിശാബോധം നമുക്ക് നൽകിയതും നമ്മുടെ കോളേജിൽ ഇപ്പോൾ എല്ലാ വിധത്തിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തി ഏറ്റവും മനോഹരമായ ക്വാളിറ്റിയോട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. നിങ്ങൾ കൂട്ടുകാരന്മാരാണ്. ഷിജു അച്ഛൻ എന്നും നന്ദിയോടുകൂടി ഓർക്കുന്നു. താങ്ക് യു. ഇനി ഫോർമർ മാനേജർമാരുണ്ട്, അസിസ്റ്റന്റ് മാനേജർമാരുണ്ട്, ബർസാർമാരുണ്ട്. അവർക്കൊന്നും ചെറുതായി ഇവിടെ വരാൻ സാധിച്ചിട്ടില്ല. അവരെ ഞാൻ നന്ദിയോടുകൂടി പ്രത്യേകമായിട്ട് ഓർക്കാം. ട്രസ്റ്റ് മെമ്പേഴ്സ് ഉണ്ട്, വർഗീസ് പൂത്തൂരച്ചൻ, ഡൊബിനച്ചൻ, വിജയച്ചൻ, മാർട്ടിനച്ചൻ, പിന്നെ അതിലുള്ള ആത്മായിട്ടുള്ള ബാബു സാർ, ഇങ്ങനെയുള്ളവരെയൊക്കെ ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു. ഞാൻ സെമിനാരിൽ പഠിച്ചപ്പോൾ എൻ്റെ സെമിനാരി റക്ടറച്ചന്മാരെ പഠിപ്പിച്ച ഒത്തിരി വ്യക്തികളുണ്ട്. ആലുവ സെമിനാരിയിലാണ് ഞാൻ പഠിച്ചത്. അവരെയൊക്കെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. പിന്നെ എൻ്റെ ശക്തി എന്ന് പറയുന്നത് അധ്യാപകനാണ്. നിങ്ങളില്ലാതെ മോഹൻലാല് ജൂബിലി അദ്ദേഹത്തിൻ്റെ ഇതിനെ പറഞ്ഞ വാക്കാണ്, നിങ്ങളില്ലാതെ എനിക്ക് എന്ത് ആഘോഷം എന്ന് പറഞ്ഞതുപോലെ അധ്യാപകരില്ലാതെ എനിക്ക് എന്ത് ആഘോഷം. ഇവിടുത്തെ അധ്യാപകരുടെ പ്രത്യേകത, പഠിച്ചു പോയ അധ്യാപകരോട് ഇരിക്കുന്നതിനോട് വർക്ക് ചെയ്യുന്ന റോസ്മി ടീച്ചറിനെ കാണുന്നുണ്ട്, സെമ ടീച്ചറിനെ കാണുന്നുണ്ട്, പിന്നെ ആരും മുമ്പുള്ളവരെ കാണുന്നില്ല. ഓക്കെ, അവരും ഇപ്പോൾ ഉള്ള അധ്യാപകരെ ചോദിക്കുമ്പോൾ അഭിമാനം തോന്നാം. ഒരു ടീം വർക്കായിട്ട്, ടീമിൻ്റെ ഫുൾ ഫോം നമുക്കറിയാം, ടുഗദർ ഈച്ച് വൺ അച്ചീവ് മോർ. ഒന്നായി നിന്ന് കഴിഞ്ഞാൽ നന്നായി, നന്നായി നിന്നാൽ ഒന്നായി. ഒറ്റക്കെട്ടോട് കൂടി ഏത് കാര്യം ചെയ്യാൻ താല്പര്യം. ഞാനൊക്കെ വന്നപ്പോൾ ഇവിടെ താമസിച്ചിരുന്ന അധ്യാപകർ വർക്ക് ചെയ്തു. പല ദിവസങ്ങളും ഇവിടെ താമസിച്ച് ഒരു 2 ആഴ്ച കൂടെ താമസിച്ചു. വീടൊക്കെ ഉള്ളവർക്ക് എന്തുമാത്രം ഡെഡിക്കേറ്റോട് കൂടിയിട്ടാണ് അവർ ചെയ്തത്. നല്ലൊരു ബിഗ് സല്യൂട്ട് എൻ്റെ അധ്യാപകർക്ക് ഞാൻ നൽകുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ നോൺ ടീച്ചിങ് സ്റ്റാഫ് ഇവിടെ റെനിമേഡും അതുപോലെ അവരുടെയൊക്കെ നേതൃത്വത്തിലുള്ള നോൺ ടീച്ചിങ് സ്റ്റാഫാണല്ലോ. അവരാണ് ശരിക്കും ക്രീം. ഞാൻ തിരികെ തൊട്ടപ്പുറത്താണ് അവരിരിക്കുന്നത്. എന്ത് കാര്യങ്ങൾക്ക് രസകരമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അവരൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അതുക്കും മേലെ ഭംഗിയായിട്ടത് പക്ഷെ ഇങ്ങനെയും കൂടി ചെയ്തുകൂടെ, നമ്മൾ പോലും ചിന്തിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ആരും അറിയാത്ത വഴികളിലൂടെ ലക്ഷ്യത്തിലെത്താന്ന് പറയുന്നത്. നമ്മൾ പോലും ചിന്തിക്കാത്ത മേഖലകളിലൂടെ അതിലേക്ക് എത്തുന്ന രീതിയിൽ നോൺ ടീച്ചിങ് സ്റ്റാഫ് അംഗങ്ങളെയൊക്കെ എല്ലാം പ്രത്യേകമായിട്ട് നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഇനി ഞാൻ ഓർക്കുന്നത് ഞങ്ങളുടെ ബാച്ചിലുള്ള അച്ഛന്മാരെയാണ്. ഞങ്ങൾ 13 അച്ഛന്മാരാണുള്ളത്. ഒരു അച്ഛൻ മരിച്ചു, ഷാജി ചെറുക്കൽ അച്ഛൻ. ബാക്കി എല്ലാവരും ഉണ്ട്, 12 പേര്. നാളെ ഞങ്ങളൊരു ഗ്യാതറിംഗ് ഉണ്ട് പരക്കാട് പള്ളിയിൽ. ഞങ്ങൾ പരക്കാട് പള്ളിയിൽ വികാരിച്ചനാണ്. ഞങ്ങൾ അവിടെയാണ് നാളെ ഒരു ഗ്യാതറിംഗ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരെയും അവരെയൊക്കെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അതുപോലെ ഏറ്റവും ഓർക്കേണ്ട ഒരു വ്യക്തികളാണ് GTA മെമ്പേഴ്സ്. ഇവിടെ മാരേജ് കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് പാരൻസ് എന്നല്ല പറയാം, GTA ഗാർഡിയൻ ടീച്ചർ അസോസിയേഷൻ. പാരൻസ് ഒക്കെ വളരെ സപ്പോർട്ടീവാണ്. ഇപ്പോഴത്തെ നമ്മളുടെ പ്രസിഡന്റായിട്ടുള്ള ചന്ദ്രശേരി അദ്ദേഹവും മുമ്പത്തെ മിനി ടീച്ചറും ഇവരൊക്കെ നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി വർക്ക് വളരെ ഡെഡിക്കേറ്റ്, നല്ല വാക്കുകളൊക്കെ നന്ദിയോടുകൂടി ഓർക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ BCom ടീച്ചേഴ്സ് ഓരോ ഒറ്റ കുടുംബമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ടൂറൊക്കെ പോകുമ്പോൾ BCom ടീച്ചേഴ്സ് ഉണ്ടാകും, നമ്മൾ ഒരുമിച്ച്. അവരൊക്കെ വലിയ സപ്പോർട്ട് ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു. അതുപോലെ തന്നെ ഈ ഇന്നത്തെ പ്രോഗ്രാമൊക്കെ ഏറ്റവും മനോഹരമാക്കിയ നേതൃത്വം കൊടുത്ത ഷിജച്ചനും ഒപ്പം എല്ലാവരെയൊക്കെ വിളിച്ച് കൂട്ടിയ ഷീബ ടീച്ചറിനെയൊക്കെ നന്ദിയോടുകൂടി ഞാൻ ഓർക്കുന്നു. ആശംസകൾ നേതാ ജോൺസൺ സാറ്, അശ്വതി, ക്ലാഡിനച്ചൻ, അതുപോലെ തന്നെ ലൈലിയ, റെനി മാം, അതുപോലെ റോസലി ടീച്ചർ, ഇവരെല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് നന്ദിയോടുകൂടി ഞാൻ ഓർക്കുകയാണ്. ഇനി 2 ബാച്ചിനെ നന്ദിയോട് ഓർക്കുകയാണ്. പ്രത്യേകിച്ച് അവർ നൽകിയ ഗിഫ്റ്റുകൾ, എത്രയോ ഗിഫ്റ്റുകൾ, എല്ലാവരും നൽകിയ ഗിഫ്റ്റുകൾ നന്ദിയോട് ഓർക്കുന്നു. അവർ മനോഹരമായിട്ട് ക്ലാഡിനച്ചൻ പറഞ്ഞതുപോലെ മനോഹരമായിട്ടൊരു ചിത്രം നൽകി. അതുപോലെ തന്നെ ഫസ്റ്റ് ഇയേഴ്സ് വലിയൊരു സമ്മാനം ചെറുതാണെങ്കിൽ ഉള്ളിലെ സാധനം വലുതാണ്. അതുകൊണ്ട് 2 ബാച്ചിനെയും നന്ദിയോട് ഓർക്കാം. നമുക്കറിയാം, നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അതിനോട് സപ്പോർട്ട് ഉണ്ടെങ്കിൽ പിന്നീട് നമുക്ക് പറയാൻ തോന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 2 ബാച്ച് നമ്മൾ നല്ല രീതിയിൽ മുന്നേറുന്ന ആഗ്രഹം, നല്ല അധ്യാപകരാണെന്ന ആഗ്രഹം അവർക്കുണ്ട്. അതുകൊണ്ട് എന്ത് നല്ല കാര്യങ്ങൾ പറയുമ്പോഴും അത് സ്വീകരിക്കാനുള്ള സന്മനസ് കാണിക്കുന്ന 2 ബാച്ചിൻ്റെയും മക്കളെ ഏറ്റവും സ്നേഹത്തോടു കൂടി നന്ദിയോട് ഞാൻ ഓർക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
അനുഗ്രഹിക്കട്ടെ. നമ്മുടെയൊക്കെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റേഴ്സും കൂടിയാണ്. നമുക്ക് 2 മടങ്ങാണ് മുള്ളൂർക്കരയുള്ളത്. കാർമൽ മൗണ്ട്മെന്റും അതുപോലെ ഹോളി ക്രോസ് കോൺഫറൻസ്, അവിടെയുള്ള എല്ലാ സിസ്റ്റേഴ്സും വളരെ സപ്പോർട്ടീവാണ്. നമുക്ക് അവരെ നന്ദിയോട് കൂടി എപ്പോഴും ഓർക്കുന്നു. അതുപോലെ ഞാൻ ഓർക്കുന്ന 2 വ്യക്തിത്വങ്ങളാണ് നമ്മുടെ ഈ മുള്ളൂർക്കര പള്ളിയിലെ കൈക്കാരന്മാരും ബന്ധപ്പെട്ട കേറ്റീസ് അധ്യാപകർ, ഇവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ദൈവാലയ ശുശ്രൂഷയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെയും അതുപോലെ ഇവിടെയുമായി ബന്ധപ്പെട്ട് രജേട്ടൻ ഇങ്ങനെയുള്ള കുറേ വ്യക്തികൾ, അവരുടെ കുടുംബം, അവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവരെല്ലാവരും നന്ദിയോട് ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഈ അടുത്തുള്ള അയൽവാസികളൊക്കെ ഒത്തിരി സപ്പോർട്ടാണ്. ഞാൻ 1.5 മാസം ഇവിടെ താമസിച്ചിരുന്നു കേട്ടോ ഈ കോളേജിൽ. അപ്പോൾ ഈ ഇടവകക്കാരൊക്കെയാണ് വളരെ സപ്പോർട്ട് നൽകിയത്. ഇടയ്ക്കൊക്കെ വരും, ഇടയ്ക്ക് മാങ്ങ തരും, പൈനാപ്പിൾ തരും, പഴം തരും, ഇടയ്ക്ക് കപ്പ കൊണ്ടുവരും. ഇതൊക്കെ വലിയൊരു സംഭവമല്ല. ഇത് രസമായിരുന്നു. ഇനിയും പ്രതീക്ഷിക്കുന്നു, താമസിക്കും പ്രതീക്ഷിക്കുന്നു. ഏതായാലും അവർക്കൊക്കെ നന്ദിയോട് ഓർക്കുകയാണ്. പിന്നെ ഞാൻ ഓർക്കുന്ന 2 വ്യക്തികളാണ്. ഇത്രയും വർഷം എനിക്ക് ഭക്ഷണം തന്നിരുന്നത് നമ്മുടെ മുൻ കപ്പിയരായിരുന്ന ബെന്നിയേട്ടനാണ്. ബെന്നിയേട്ടനെ മരിച്ചുപോയി. അദ്ദേഹത്തെ പ്രത്യേകം ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ സവിതയൊക്കെയാണ് ഇന്നും ഇപ്പോൾ ഭക്ഷണം എനിക്ക് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നൽകുന്നത്. ഒരു നന്ദിയോട് ഓർക്കണം. അതിനേക്കാളും അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ കോളേജിനെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന അന്തോണിയേട്ടൻ. നമ്മുടെ കോളേജിന് നേരെ ഓപ്പോസിറ്റാണ്. വളരെ സപ്പോർട്ടാണ് നമുക്കുള്ളത്. അവർ നമ്മുടെ കോളേജിനെ സ്വന്തം കോളേജ് പോലെയാണ്. എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ഉടനടി വിളിച്ച് പറയുക. എന്ത് കാര്യം ഇപ്പം ഞാൻ വൈകുന്നേരമൊക്കെ നിൽക്കുമ്പോൾ ഉടനടി വിളിച്ചാൽ ഉണ്ടല്ലേ വരുന്നുണ്ടോ, എന്തെങ്കിലും സാധനം ഉണ്ടാവും തരുന്നു. ഇവിടെ ഇടയ്ക്കൊക്കെ ഞാൻ നിൽക്കും. ഇവിടെ നിന്നാ ഞാൻ ജോലിയിൽ താമസിക്കാനായിട്ട്. പക്ഷെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ വെച്ചാൽ വീട്ടിലെ പോരാട്ടോ എന്തെങ്കിലും ഉണ്ടാവും തന്നെ. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് നിൽക്കാൻ തോന്നാണ്. ഇത് സന്തോഷം. എൻ്റെ കുടുംബത്തെയും ഓർക്കുന്നു. എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവരെയും ഓർക്കുകയാണ്. അതുപോലെ ഞാൻ 14 പള്ളികളിൽ പിരിഞ്ഞു കഴിഞ്ഞു. ആ പള്ളികളിലൊക്കെ എന്നെ പ്രോത്സാഹിപ്പിച്ച് എല്ലാവരും ഓർക്കുകയാണ്. ഞാനിപ്പോൾ താമസിച്ച് ജ്യോതി കോളേജിലാണ്. ഇവിടെയുള്ള എല്ലാ അധ്യാപകരെയും മുൻ മാനേജറായിട്ടുള്ള കാക്കശ്ശേരിയൊക്കെ നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ ഞാൻ പ്രത്യേകം ഓർക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്കെൻ്റെ ജീവിതത്തിൽ ഒരു ക്വാളിറ്റി ഉണ്ടാക്കി തന്നൊരു വ്യക്തിയാണ് എൻ്റെ PhD ഗൈഡായിട്ടുള്ള മഞ്ജുള പി റാവു. ഇപ്പോഴും ഉണ്ട്, കർണാടകയിലാണ്. വളരെയധികം നല്ലൊരു ക്വാളിറ്റി ഉള്ള ടീച്ചറാണ്. ആ ടീച്ചർ പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ പഠിപ്പിക്കുന്ന കാര്യത്തിലും കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിലും അതുപോലെ റിസർച്ച് ഗൈഡ് ചെയ്യുമ്പോഴൊന്നും നമ്മൾ ഒരിക്കലും വെള്ളം ചേർക്കരുത്. നമ്മളൊരു ക്വാളിറ്റിയോടുകൂടി കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നാളെ അവർക്ക് ക്വാളിറ്റി ഉണ്ടാവുകയുള്ളൂ. ആ ഒരു പ്രിൻസിപ്പിളാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾ ഏത് റെക്കോർഡ് കൊണ്ടുവരുമ്പോഴും ഏത് കാര്യം ചെയ്യുമ്പോഴും അതൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള കാരണം അതാണ്. നമുക്ക് അധ്യാപകരാകുമ്പോൾ നമുക്കൊരു ക്വാളിറ്റി ഇല്ലെങ്കിൽ നമുക്കെങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും? ലാറ്റിനിൽ പറയും നെമോ ദാത്ത് കൊയ്ത് നോൺ ഹാപ്പൻ. ഇല്ലാത്തൊന്നും നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും. ഇത് നമുക്ക് ക്വാളിറ്റി ഉണ്ടാകും. ആ ഒരു കാര്യത്തോടാണ് ഞാൻ ചില കാര്യങ്ങളൊക്കെ ഒരു കൃത്യതയൊക്കെ വെക്കാനായിട്ട് കാരണമെന്ന് ഓർമ്മിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ അച്ഛൻ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഇത്രയും ഡിഗ്രി എടുത്തതെന്ന് ചോദിച്ചു. അപ്പോൾ കുറച്ച് ഡിഗ്രിക്ക് ഇതുപോലെ റെഗുലറായിട്ട് ചെയ്തു. പിന്നെ ഒരു ഡിഗ്രി കഴിയുമ്പോഴേക്കാണ് രജിസ്റ്റർ ചെയ്തു. അങ്ങനെയാണ് കേട്ടോ അത് പറഞ്ഞത്. എല്ലാം 2 വർഷം കഴിഞ്ഞിട്ടല്ല, 1 വർഷം കഴിയാറാകുമ്പോഴേക്കും അടുത്ത രജിസ്റ്റർ. അങ്ങനെയാണ് 25 ഡിഗ്രി. ഇപ്പോൾ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് MA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അത് 26ാമത്തെ കോഴ്സായി തീരും. അതുപോലെ തന്നെ എനിക്ക് അഭിമാനിക്കാൻ തോന്നുന്ന കാര്യം, സാധാരണ പറയും അമ്മയുടെ രക്തമാണ് മലയാളിച്ചിലേക്കുള്ളത്. എനിക്ക് വീണ്ടും തിരിച്ചു പറയാൻ പറ്റും, എൻ്റെ രക്തമാണ് അമ്മയ്ക്കൊരു ഓപ്പറേഷൻ വന്നപ്പോൾ എനിക്ക് ബ്ലഡ് കൊടുക്കാനായിട്ട് സാധിച്ചു. 25 പ്രാവശ്യം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുള്ള കാര്യം ഓർമ്മിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപയാൽ ഒരു 14 രാജ്യങ്ങൾ സന്ദർശിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. എൻ്റെ മോട്ടോ എന്ന് പറയുന്നത് 8ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ ഒരു ടീച്ചർ, ഇംഗ്ലീഷ് ടീച്ചർ പഠിപ്പിച്ചൊരു പോയം എനിക്ക് വളരെ ടച്ചിങ് ആയി തോന്നി. റോബർട്ട് ഫോസ്റ്റർ, സ്റ്റോപ്പിംഗ് ബൈ വുഡ്സ് ഓൺ എ സ്നോയി വീക്ക്. വുഡ്സ് ആർ ലവ്ലി, dark and deep, but I have promises to keep. Miles to go before I sleep. Miles to go before I sleep. പിന്നെ മലയാളം പറയാണ്, മനോരമ്യ ഘനശാല വനപാളികളിലും പാലിക്കാൻ ഏറെയുണ്ട് വാഗ്ദാനങ്ങൾ. കാതമേറെ കിടക്കണം കൺപോടെ ഇടയും മുമ്പ്. കാതമേറെ കിടക്കണം കൺപോടെ ഇടയും മുമ്പ്. ആ ഒരു തീം ഇതാണ്. നമ്മളിങ്ങനെ ഇദ്ദേഹം യാത്ര ചെയ്യാണ്, അദ്ദേഹം ഇങ്ങനെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇൻസൈറ്റ് തോന്നി,
ഞാൻ ഇവിടെ നിൽക്കേണ്ട വ്യക്തിയല്ല, എനിക്ക് കുറേ ലക്ഷ്യങ്ങളുണ്ട്, അതൊക്കെ പൂർത്തിയാക്കാനുണ്ട്. അങ്ങനെ അദ്ദേഹം പറയുന്നതാണ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്. ഇനി ഞാൻ ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ അവർക്കൊക്കെ ഞാൻ നന്ദി പറയുകയാണ്. നമ്മുടെ ലിൻഡോണ്ട് എപ്പോഴും ഫോട്ടോയ്ക്ക് വരുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ ഒത്തിരി വ്യക്തികൾ, മാജോ, അതുപോലെ തന്നെ സഹകരിക്കുന്ന സജി, നമ്മുടെ കോളേജുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന ഒത്തിരി വ്യക്തി, അവരെയൊക്കെ നന്ദിയോട് കൂടി ഓർക്കുകയാണ്. എനിക്ക് നിങ്ങൾ ഒറ്റ അഭ്യർത്ഥനയോടോ ഇനിയും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മോശ പറഞ്ഞൊരു കാര്യമാണ്, എപ്പോഴും മോശയുടെ കരങ്ങൾ ഉയർന്നപ്പോൾ യുദ്ധം ജയിച്ചതുപോലെ നിങ്ങളുടെയൊക്കെ വലിയ ശക്തിയും പ്രാർത്ഥനയാണ്. ജോസഫിനൊക്കെ പറഞ്ഞതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനയും ശക്തിയാണ് ഞങ്ങളൊക്കെ വളർച്ചത്. കാരണം ഇന്നത്തെ ലോകത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും ആക്ഷേപങ്ങൾ ഉണ്ടാക്കാനും എന്തെങ്കിലും കുറവുകൾ കാണാനും ഒക്കെയാണ് പബ്ലിക് പേഴ്സൺസിനെ അവർ ടാർഗറ്റ് ചെയ്യും. നിങ്ങളുടെ കാലഘട്ടത്തിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ വലിയൊരു ശക്തി ആവശ്യമാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാം വലിയ ശക്തി ഞാൻ ആവശ്യപ്പെടുകയാണ്. പിന്നെ ഇന്നത്തെ ദിവസത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. 25ാം വാർഷികം ആഘോഷിക്കുന്നത് ജൂൺ 25 തന്നെയാണ്. അതും ഒരു പ്രത്യേകതയാണ്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് എൻ്റെ ജൂബിലി ആഘോഷിക്കുന്നത് മഹാജൂബിലി കുടുംബത്തിലാണ്. ഉണ്ടോ? അതും വലിയൊരു പ്രത്യേകതയാണ്. മഹാജൂബിലി ഫാമിലിയിലാണ് ജൂബിലി ആഘോഷിക്കുന്നത്. അതും വലിയൊരു പ്രത്യേകതയാണ്. പിന്നെ എൻ്റെ പെങ്ങളുടെ ബർത്ത്ഡേ കൂടിയാണ് ഇന്നേ ദിവസം. നല്ല സന്തോഷമാണ്. ഇന്നാണ് ഇന്ത്യക്ക് ആദ്യം വേൾഡ് കപ്പ് കിട്ടിയത് 1983. അത് ഇന്നത്തെ ഒരു പ്രത്യേകതയാണ്. എനിക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. കോട്ടയം സമ്പൂർണ്ണ സാക്ഷരതയെ പ്രഖ്യാപിച്ചത് ഇന്നാണ്, 1989. പിന്നെ ആരും ഇഷ്ടപ്പെടാത്തൊരു പ്രത്യേകത കൂടി ഇന്നുണ്ട്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇന്നാണ്. അങ്ങനെയുള്ള കുറെ പ്രത്യേക ദിവസം. എന്താവട്ടെ, നിങ്ങൾ നൽകിയ ഈ വലിയ ഏതൊരു ഫിലിമിൽ പറഞ്ഞ പോലെ തൃപ്തിയായിട്ട് പറഞ്ഞത്. ഏതായാലും നിങ്ങൾ കാണിച്ച സ്നേഹം ഒക്കെ ആയിട്ട് ഓർക്കുന്നു. എന്നും നിങ്ങളും എൻ്റെ ഹൃദയത്തിലുണ്ടായിരിക്കും. ഇനിയും പ്രാർത്ഥന ഓർക്കും. ഞാൻ 4 വരി പാടിയിട്ട് നിർത്തിയാലും 4 വരി പാടി സമയം കുറെ എടുത്തിട്ട് തോന്നുന്നു. 4 വരി പാടി. നാഥനു നന്ദി പറഞ്ഞിടാൻ നാവിനെനിക്കിനി വാക്കില്ല, നൽകിയ നന്മകളെണ്ണീടാൻ ഏകിയ ജന്മം തികയില്ല. നാഥനു നന്ദി പറഞ്ഞിടാൻ നാവിനെനിക്കൊരു വാക്കില്ല, നൽകിയ നന്മകളെണ്ണീടാൻ ഏകിയ ജന്മം തികയില്ല. ഞാനറിയാതെ വഴികളിലെ കുഴികൾ മൂടാൻ മുൻപേ പോയി, ഞാനറിയാതെ വീതികളിൽ ദീപമുയർത്തുവാൻ മുൻപേ പോയി, ഞാനറിയാതെ വഴികളിലെ കുഴികൾ മൂടാൻ മുൻപേ പോയി, ഞാനറിയാതെ വീതികളിൽ ദീപമുയർത്താൻ മുൻപേ പോയി, ഞാനറിയാതെ അകതാരിൽ ആനന്ദം തിരതല്ലുന്നു, ഞാനറിയാതെ അകവനിയിൽ സ്നേഹപ്പൂക്കൾ വിരിയുന്നു. നാഥനു നന്ദി പറഞ്ഞിടാൻ അവരെനിക്കിനി വാക്കില്ല, നൽകിയ നന്മകൾ എണ്ണീടാൻ ഏകിയ ജന്മം തികയില്ല. താങ്ക് യു. ചാക്കോച്ചന്റെ 25 വർഷത്തെ കാര്യങ്ങളെല്ലാം അച്ഛൻ വളരെ ചുരുക്കിക്കൊണ്ട് അന്ന് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അച്ഛൻ നമ്മളായിട്ട് പങ്കുവച്ചത്. അതുപോലെ തന്നെ അച്ഛൻ്റെ ജീവിതത്തിൽ സഹായിച്ചിട്ടുള്ള എല്ലാവരെയും അച്ഛൻ നന്ദിപൂർവ്വം ഓർത്തിട്ടുണ്ട്. അപ്പോൾ ചാക്കോച്ചന് ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ പ്രത്യേകം നന്ദി. അടുത്തതായി നമ്മുടെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു ചെറുപുഞ്ചിരിയോടെ ഞങ്ങൾ എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു അമ്മയുടെ സ്ഥാനമുള്ള ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും സ്വന്തം ഷീബ ടീച്ചർ. സ്റ്റാഫ് സെക്രട്ടറി കൂടിയാണ്. ഷീബ ടീച്ചറെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ പ്രകടനത്തിനായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഒന്ന് ചിന്തിച്ചു പോവാണ് ഞാൻ എന്തിനാ ഇവിടെ നിൽക്കണേന്ന്. കാരണം എല്ലാം നന്ദി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ വീണ്ടും ഈ ആദ്യം മുതൽ തുടങ്ങണം. എങ്കിലും ആദ്യമേ ഞാൻ തുടങ്ങട്ടെ ഒരു വചനത്തോടു കൂടെ. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-48 വചനം. ഇതാണ് എനിക്ക് അച്ഛൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. അച്ഛൻ്റെ ഹൃദയം ഈശോയിൽ സന്തോഷിക്കുന്നു. ആദ്യമേ നന്ദിക്കാണ് ഇവിടെ വന്ന് നിൽക്കുന്നെങ്കിൽ അച്ഛന് ജൂബിലിയുടെ ഒരു മംഗളം കൂടി നേരെയാണ്. ദൈവം സമൃദ്ധമായി അച്ഛൻ്റെ രീതികളിൽ അനുഗ്രഹം വർഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ആരംഭിക്കുന്നു. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ മാനേജ്മെന്റിനുണ്ട്, അസിസ്റ്റന്റ് മാനേജർ ഷിജു അച്ഛനുണ്ട്,
നമ്മുടെ സ്വന്തം ഇന്നത്തെ താരമായിട്ട് ചാക്കോച്ചനുണ്ട്. പിന്നെ എൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കുടുംബാംഗങ്ങൾ. ഇവരെ എനിക്ക് തന്ന ഒരു പേര് എന്ന് പറഞ്ഞാൽ അമ്മ എന്ന് പറഞ്ഞില്ല, അത് വലിയൊരു ഭാരമായിട്ട് എൻ്റെ തലയിൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പക്ഷെ ഞാനിങ്ങനെ വിളിക്കുമ്പോൾ വളരെ സ്നേഹത്തോടെ അമ്മ മുതലാണ് ഞാൻ അവിടെ നിന്ന് തന്നെ അനുഗ്രഹം വാങ്ങിയിട്ട് വിളിച്ചു തുടങ്ങാന്ന് വിചാരിച്ച ആദ്യം ഞാൻ അമ്മയെ വിളിച്ചത്. അമ്മ ഞാൻ വിചാരിച്ചത് അമ്മ ഭയങ്കര വീക്കാവും, ഇങ്ങനെയാണ് സ്വീകരിക്കുന്നത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ വരാം, പക്ഷെ ചെറുതായിട്ടൊരു കാലുവേദനയുണ്ട് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ അമ്മ. അപ്പൊ എനിക്ക് സദസ്സിലിങ്ങനെ നിറഞ്ഞു കാണുമ്പോൾ ഭയങ്കര സന്തോഷം വരികയാണ്. അപ്പൊ ഞാൻ ആദ്യമേ തുടങ്ങട്ടെ. ഇന്നത്തെ ഈ ഒരു പരിപാടി ഗംഭീരമാക്കാൻ, വളരെ അനുഗ്രഹപ്രദമാക്കാൻ എന്നെ സഹായിച്ച, അല്ലെങ്കിൽ നമ്മുടെ കോളേജിനെ സഹായിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞു തുടങ്ങട്ടെ. നമുക്കറിയാം, ലാളിത്യം എന്നാൽ മുഖത്ത് എഴുതി വെച്ച മാനേജേഴ്സിനാണ് നമ്മുടെ കൂടെ ഉള്ളത്. വേറെ എവിടേക്കും നോക്കണ്ട. നമ്മളാണെങ്കിൽ എല്ലാവരും ബ്യൂട്ടി പാർലറിൽ പോയിട്ടാണ് സൗന്ദര്യം നേടിയെടുത്തത്. പക്ഷെ ദൈവത്തിന്റെ കൃപ എന്ന് ആ മുഖത്ത് എഴുതി വെച്ച ലാളിത്യത്തോടു കൂടെ ഒരു ഫോൺ കോളോട് കൂടെ, അതും ചാക്കോച്ചൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയതുപോലെ ജൂൺ 25 ഈ ഒരു അനുഗ്രഹം തെളിച്ചു വിട്ടത് അല്ലെങ്കിൽ നയിച്ചു വിട്ടത് നമ്മുടെ മാനേജേഴ്സിനാണ്. ആദ്യമേ ഹൃദയത്തിന്റെ ഭാഷയിൽ മഹാജുബിലി കുടുംബത്തിന്റെ പേരില്, പിന്നെ ഷിജോച്ചൻ നമ്മളെ വെറുതെ പേടിപ്പെടുത്തി പള്ളിയിൽ പ്രസംഗം പറഞ്ഞു. ഞാൻ ഭയങ്കരമായിട്ട് പെട്ടെന്നാണ് ഇങ്ങനെ പറയേണ്ടി വന്നത്, ഗ്ലാഡിനേഷൻ ഇല്ലാത്തതുകൊണ്ടാണെന്നൊക്കെ. പക്ഷെ 2 പ്രാവശ്യമാണ് വിശുദ്ധ കുർബാനയിലെ ഷിജോച്ചിന്റെ പ്രസംഗം കേൾക്കാൻ പറ്റുന്നത്. ഇത് 2ാമത്തെയായിരുന്നു. കരുത്തുറ്റ വാക്കുകൾ, സ്നാപയോഹന്നാന്റെ വാക്കുകളാണ് എനിക്ക് ഓർമ്മ വന്നത്. കാരണം ഓരോ വാക്കുകൾക്കും അത്ര നമ്മുടെ മനസ്സിൽ തുളഞ്ഞു കയറാൻ കഴിയുന്ന വിധത്തിലുള്ള വാക്കുകൾ. അതുതന്നെയാണ് ഒരു പ്രാവശ്യം എനിക്ക് മുള്ളൂർക്കര പള്ളിയിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. സ്വാഗത പ്രസംഗത്തിലൂടെ, അതിനേക്കാൾ ഉപരി വിശുദ്ധ കുർബാനയിലുള്ള ആ സന്ദേശത്തിലൂടെ നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിച്ച ഷിജോസിനെ വളരെയധികം നന്ദി. പിന്നെ നമുക്ക് നന്ദി ഔപചാരികതയുടെ പേരിലാണ് നമ്മുടെ ചാക്കോച്ചൻ. ഇപ്പൊ കേക്കിൽ എന്താണ്, നമ്മളൊരു കേക്ക് ഒരു മധുരം കട്ടിയില്ല, അത് എന്താ എഴുതുന്നത് വെച്ചപ്പോ നമ്മുടെ സ്നേഹം നിറഞ്ഞ ചാക്കോച്ചൻ, ആ ഒരു പറയുമ്പോൾ തന്നെ ഉള്ളുന്നൊരു സ്നേഹം വരുന്നുണ്ടല്ലേ. പ്രിൻസിപ്പൾ എന്ന് ഇപ്പൊ നേരത്തെ ക്ലേരിയ പറഞ്ഞ പ്രിൻസിപ്പൾ, ഞാൻ എവിടെ പറയുമ്പോഴും ഞങ്ങളുടെ ചാക്കോച്ചനെ പറയപ്പെടും. അപ്പൊ അത് ആരാധില്ല, നിങ്ങളുടെ പ്രിൻസിപ്പളാണ്. അപ്പൊ ഇത്രയും ഒരു ഫ്രീഡം ഉണ്ടെങ്കിൽ അതിനുള്ളിൽ ഒരു കരുതലുണ്ടെന്ന് എനിക്ക് എപ്പോഴും പറയാൻ സാധിക്കും. ഇപ്പൊ അച്ഛൻ നേരത്തെ ഗ്ലാഡിനച്ഛൻ പറഞ്ഞു സൂചിയുടെ കാര്യം. ഇത് തന്നെയാണ് ഞങ്ങൾക്ക് എപ്പോഴും ടീച്ചേഴ്സിനോട് പറയാറുണ്ട്. ഓരോ കാര്യങ്ങൾ അച്ഛൻ പറയുമ്പോൾ നിങ്ങൾ മറന്നു പോകും. അതിപ്പോൾ അച്ഛൻ പറഞ്ഞൊരു ഉപാധി ഇതാണ്, നിങ്ങൾക്ക് അടുക്കളയിലേക്ക് ചെറിയൊരു ബോർഡ് വെക്കാം, അതിൽ ഓരോ ദിവസം ചെയ്യേണ്ടതും ഓരോ ഡേറ്റിന് വരേണ്ട കാര്യമൊക്കെ എഴുതി വെക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അച്ഛാ അത് എഴുതാൻ പറഞ്ഞാൽ എന്താ ചെയ്യാം? അപ്പൊ പിന്നെ കാര്യമില്ല. പക്ഷെ അത്രയും കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും. എനിക്ക് ഈ ഒരു ജൂബിലിയിൽ ഉണ്ടായ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് അച്ഛൻ്റെ ജൂബിലി ആഘോഷത്തിന് അച്ഛൻ്റെ സഹായം ഉണ്ടാവില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടായിരുന്നു. കാരണം ഇവിടെ ഒരു ഇല ഇണങ്ങുമ്പോൾ അതെങ്ങനെ പോകണം, അതെങ്ങനെ ചിന്തിക്കണം, ഇതെങ്ങനെ അങ്ങനെ ചെറിയൊരു കാര്യത്തിന് പോലും ഞങ്ങളെ കറക്റ്റ് ചെയ്തിട്ട് ഒപ്പം നിൽക്കണ അച്ഛൻ്റെ ജൂബിലിക്ക് അച്ഛനെ വിളിക്കാൻ പറ്റില്ലല്ലോ സഹായത്തിന് അച്ഛൻ. പക്ഷെ എന്നിട്ട് പോലും ഞാൻ ഈ ഒരു പ്രോഗ്രാംസ് കറക്റ്റ് ചെയ്യാനുള്ള ധൈര്യം ഞാൻ കാണിച്ചു, അച്ഛനെ കാണിച്ചിട്ട്. അപ്പൊ അങ്ങനെ ഞങ്ങളോടൊപ്പമുള്ള ചാക്കോച്ചിനെ വളരെയധികം ഇനി നമ്മുടെ മഹാജൂബിലി കോളേജിന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഫാമിലി മെമ്പേഴ്സിനാണ്. എല്ലാവരും എത്തിയിട്ടുണ്ട്. എൻ്റെ ഒരൊറ്റ വാക്കുള്ളൂ, ഷിജേച്ചൻ പറഞ്ഞ് ഞാനെ വിളിച്ചത്. പക്ഷെ എന്നെ ഓർമ്മപ്പെടുത്തി, ടീച്ചറെ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഇതിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ 2ാമതായതുകൊണ്ട് തന്നെ ഒരു സ്കൂട്ടാവാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കാരണം ഉത്തരവാദിത്തം വേറെ എവിടേക്കും വന്നു. പക്ഷേ ഈ ഉത്തരവാദിത്തം വലിയൊരു ഉത്തരവാദിത്തം ആയതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഞാൻ പ്രാർത്ഥിക്കാനുള്ള ആലോചിച്ചു. ഇത് കുഴപ്പമില്ല, ഒരു കുറവുകളൊന്നുമില്ല, നടത്തുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഫാമിലി ഫുൾ സപ്പോർട്ടായിരുന്നു. നമ്മൾ പറയാം, സ്റ്റെല്ല ടീച്ചർ എനിക്ക് എല്ലാവരെയും സംസാരിച്ചെങ്കിലും ഞാൻ സംസാരിച്ചതിന് ശേഷം വീണ്ടും സംസാരിച്ച ആള് സ്റ്റെല്ല ടീച്ചറായിരുന്നു. അപ്പൊ എനിക്ക് ചാക്കോച്ചനെ ഒരു മുഖം വരെ കാണാൻ സാധിച്ചു. കാരണം എന്തെങ്കിലും കുറവുണ്ടോ, നിങ്ങൾ വരാം, ഞങ്ങൾ ഇത്ര പേര് വരാം, ടീച്ചർ ഒരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ഇങ്ങോട്ട് പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്ത ഒരു ടീച്ചർ അതുപോലെ എല്ലാവർക്കും ഉള്ളിലുണ്ട്. കാരണം എന്നെ അത്ര അറിയില്ല. ആ ഒരു ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു.
പിന്നെ ഇവിടെ അച്ഛന്മാർ കുറേ പേര് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വർക്കിംഗ് ഡേ ആയതുകൊണ്ടും തിരക്കായതുകൊണ്ടും അവരെല്ലാം അച്ഛനെ വിളിച്ച് സന്ദേശം ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. ഇവിടെ എത്തിച്ചേരാൻ സാധിക്കാത്തവരും മനസ്സിൽ ആഗ്രഹിച്ചവരുമായ എല്ലാ അച്ഛന്മാർക്കും ട്രസ്റ്റ് മെമ്പേഴ്സിനും വളരെ നന്ദിയോടെ ഓർക്കുന്നു. പിന്നെയുള്ളത് സിസ്റ്റേഴ്സാണ്. സിസ്റ്റേഴ്സിനെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളൊക്കെ വരണോ? അപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങളില്ലാതെ എന്താ ആഘോഷം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കാര്യം ഉണ്ടെങ്കിൽ കാർമലിലെ സിസ്റ്റേഴ്സും ഹോളി ക്രോസിലെ സിസ്റ്റേഴ്സും ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മുടെ അംഗങ്ങൾ തന്നെയാണ് അവരെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന സിസ്റ്റേഴ്സും വളരെയധികം നന്ദി പറഞ്ഞു. പിന്നെ 2 വർഷത്തെ സ്റ്റുഡൻസ് ഇവിടെ എത്തിയിട്ടുണ്ടല്ലേ. എല്ലാവരും ജോലിക്കാരായ ഭയങ്കര തിരക്കാണ്. പക്ഷെ ആ ഒരു സ്നേഹം പങ്കുവയ്ക്കാൻ ഇവിടെ എത്തിച്ചേർന്ന 2022-24 ബാച്ചിലെയും നമ്മളോടൊപ്പം ആയിരിക്കുന്ന 23-25 ബാച്ചിലെയും എല്ലാ സ്റ്റുഡൻസിനും ഇതിൻ്റെ ഒരുക്കങ്ങളായാലും അണിയറയിലും അരങ്ങത്തും. ഇപ്പോൾ അരങ്ങിൽ 23-25 ബാച്ച് ആണെങ്കിലും അണിയറയിലായിരുന്നു സീനിയേഴ്സ്. അവർ അണിയറയിൽ ഇരുന്നിട്ട് നമ്മുടെ ചിന്തയ്ക്ക് അതൊക്കെ മേലെയാണ് പറഞ്ഞില്ല ഡിഗ്രികളൊക്കെ എഴുതി ചിത്രമൊക്കെ വരച്ചു കൊടുക്കുന്നത്. നമ്മുടെ ചിന്തയ്ക്ക് അതീതമായതായിരുന്നു. അപ്പോൾ എല്ലാവരുടെ സ്നേഹവും സപ്പോർട്ടും ഉണ്ട്. അവരെല്ലാം ഇവിടെ പ്രസന്റ് ആയിട്ട് ഈ ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു മംഗളങ്ങൾ അച്ഛൻ അറിയിക്കാൻ പറ്റിയ എല്ലാ സ്റ്റുഡൻസിനും നന്ദി പറയുന്നു. പിന്നെ ബികോം കോളേജിലെ സ്റ്റാഫ് എത്തിയിട്ടുണ്ട്. നീലകണ്ഠ മാഷ് കോളേജിൽ എത്തിയിട്ടുണ്ട്. എത്തിയിട്ടുണ്ട്. സാന്നിധ്യം കൊണ്ട് സന്നദ്ധമാക്കാനായിട്ട് സന്ദേശം അറിയിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന ബികോമിലെ എല്ലാ ടീച്ചേഴ്സിനും സ്നേഹത്തിന്റെ ഭാഷയും നന്ദി പറയുന്നു. പിന്നെ ഓഫീസ് എന്ന് പറയുമ്പോൾ നേരത്തെ ഷീലജൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഓഫീസ് മുന്നോട്ട് പോകണമെങ്കിൽ ഒരാൾ വിചാരിച്ചാൽ സാധിക്കില്ല. അത് നമ്മുടെ റെഡിമെയ്ഡാണ്. കുറേയധികം മൊഴി കഴിയുമ്പോൾ നോക്കി എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ വളരെ കരുത്തുറ്റ വാക്കുകൾ കൊണ്ട് തന്നെയാണ് അച്ഛൻ ആശംസ അറിയിച്ചത്. ആശംസ അറിയിച്ച് റെഡിമെയ്ഡത്തിൽ നന്ദി പറയുന്നു. ഇത് ലിസ്റ്റിൽ കുറേ പേരുണ്ട്. ഗ്ലാഡിനച്ചുണ്ട്, ക്ലേരിയ ഉണ്ട്. ഞാൻ ആദ്യമേ എഴുതി വെച്ചിട്ടുണ്ട് വാക്കുകൾ കൊണ്ട് അമ്മാനം പാടുന്ന ശരി സാർ. അത് കുറച്ച് ലാസ്റ്റ് പറയാൻ വെച്ചിട്ട് ഓരോ വാക്കുകളും എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. ഓരോ വാക്കുകളും. പക്ഷെ സാറോട് ഇരിക്കുമ്പോൾ കുറച്ച് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായില്ല. കാരണം ഇത് കഴിഞ്ഞ് അടുത്ത പരിപാടികളിൽ പങ്കെടുക്കാനുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷെ നമ്മളോടുള്ള ആ സ്നേഹം വെച്ചിട്ടാണ് സാറോട് ക്ഷമിച്ചിരിക്കുന്നത്. ഓരോ വാക്കുകളും അത്ര നമ്മളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ, ചിന്തിപ്പിക്കുന്ന രീതിയിൽ, രസിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞപ്പോൾ തന്നെ എത്ര തിരക്കുണ്ടെങ്കിലും അതെല്ലാം മാറ്റി വെച്ച് ഇവിടെ വന്ന് നമ്മളോട് ഈ ഒരു ജൂബിലി ആഘോഷം പങ്കുചേരാൻ കടന്നു വന്ന വലിയ മനസ്സിന് ഇത് ഞാൻ ആരെയും വിട്ടുപോയിട്ടെന്നല്ലേ നമ്മുടെ അയൽവാസികൾ കുറെ പേര് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്നേഹം പങ്കുവയ്ക്കാൻ വന്ന അയൽവാസികൾക്ക് എല്ലാവർക്കും, അതുപോലെ മുന്നൂർക്കര പള്ളിയിലെ ട്രസ്റ്റിമാരുണ്ട്, അവിടെയുള്ള കപ്പിയാരുണ്ട്, പിന്നെ പ്രതിനിധിയോഗം സെക്രട്ടറി ഉണ്ട്, എല്ലാവരെയും സ്നേഹത്തോട് നന്ദി പറയുന്നു. ഞാൻ ആരെയും വിട്ടുപോയിരുന്നോന്ന് അറിയില്ല. കുറേ നന്ദി ആദ്യം ചാക്കോസിന്റെ കേട്ടതുകൊണ്ട് ഇനി എല്ലാവർക്കും സമ ടീച്ചറുണ്ട്, റോസി ടീച്ചറുണ്ട്, പിന്നെ ആരൊക്കെ ഉള്ളത് എനിക്കറിയില്ല. എല്ലാം നമ്മുടെ ഒറ്റ വാക്കുകൊണ്ട് ഈ ഒരു പരിപാടി ഗംഭീരമാക്കാം കടന്നു വന്ന എല്ലാവർക്കും. പിന്നെ ഈ ഒരു ആഘോഷങ്ങളുണ്ടല്ലോ ഡെക്കറേഷൻ, ഇതിന് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. ചാപ്പലിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്താണ് സിസ്റ്റേഴ്സും ഡെക്കറേഷൻ്റെ ഇൻചാർജിലെ ടീച്ചേഴ്സും അതിലുള്ള കുട്ടികളും വർക്ക് ചെയ്തത്. എല്ലാവർക്കും ഇനി ആരെങ്കിലും വിട്ടുപോയി അവർക്കും കൂടി എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞ് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഷീബ മിശ്രം ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ പ്രത്യേക നന്ദി. അടുത്തതായി ചാക്കോച്ചിന്റെ കുടുംബാംഗങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് സ്റ്റെല്ല ടീച്ചറെ നന്ദി പറഞ്ഞതിന് വേണ്ടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഈ വൈദ്യവേളയിലെ നന്ദി എന്ന വാക്ക് എത്രയോ മധുരമുള്ള വാക്കാണ്. വെറും 2 അക്ഷരം. പക്ഷേ അതിൻ്റെ മനോഹാരിത ജീവിതത്തിൽ ഒരിക്കലും മറക്കരുത്. വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോസച്ച, ഷിജോച്ച, ഗ്ലാഡ്രിനച്ച, അതുപോലെ മറ്റു വിശിഷ്ട വ്യക്തികളെ, എൻ്റെ സ്നേഹം നിറഞ്ഞ ചാച്ച, മുന്നിലിരിക്കുന്ന വേദിയിലിരിക്കുന്ന മഹാ ജൂബിലി ട്രെയിനിങ് കോളേജിനോട് ചേർന്ന് നിൽക്കുന്ന അധ്യാപകരെ, അധ്യാപക സുഹൃത്തുക്കളെ,
നാട്ടുകാരെ, ഈ കോളേജുമായി വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉപകാരികളെ, എൻ്റെ കുടുംബാംഗങ്ങളെ, ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നമസ്കാരം. ഇന്നേ ദിവസം ഈ ട്രെയിനിങ് കോളേജിലെ അറിയുന്ന ഒരു ടീച്ചറുടെ പേര് ഷീബ ടീച്ചറാണ്. ഷീബ ടീച്ചറാണ് ഞങ്ങളെയൊക്കെ ഈ ഒരു പരിപാടിയിലേക്ക് പ്രത്യേകം പേരെടുത്ത് വിളിച്ചിട്ടുള്ളത്. ഇവിടെ വന്നു ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടെ തന്നെ വളരെ നേരത്തോടെ ഇവിടെ എത്തിച്ചേർന്നു. അത് ആ സമയം പാലിക്കുക എന്നുള്ളത് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് എൻ്റെ കുഞ്ഞനിയനിൽ നിന്നാണ്. ടൈം മാനേജ്മെന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് എന്നും ഞങ്ങൾ പഠിപ്പിക്കാറുണ്ട്. ഏതൊരു കാര്യത്തിനും സമയത്തിനെ എത്തിച്ചേരുക, അത് തന്നെയാണ് ഈ അച്ഛൻ്റെ ഇത്രയധികം ഡിഗ്രികൾ PhD ഒക്കെ നേടിയെടുക്കാൻ സാധിച്ചതിൻ്റെ പിന്നിലുള്ള വലിയ രഹസ്യം എന്ന് വീണ്ടും ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ടൈമിനനുസരിച്ച് പഠിക്കുകയാണെങ്കിൽ പഠിക്കുക, കളിക്കുകയാണെങ്കിൽ കളിക്കുക, ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങുക. ആ ചെയ്യുന്ന ഓരോന്നും വളരെ കൃത്യതയോടെ കാര്യക്ഷമതയോടെ എങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാണ് ചാക്കോച്ചൻ. ഇന്നത്തെ ഈ നിമിഷം വരെ ഇവിടെ നടന്ന എല്ലാ പരിപാടികളും ഞങ്ങൾ വളരെ സന്തോഷത്തോടെ തന്നെയാണ് നോക്കിക്കണ്ടത്. ഇങ്ങനെ നിങ്ങൾ കാണിച്ച ഈ വലിയ മനസ്സിന്, അതായത് ഇതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായുള്ള ഒരു കാര്യം, ചാക്കോച്ചനോടുള്ള സ്നേഹമാണ് ചാക്കോച്ചനോട് ചേർന്ന് നിൽക്കുന്ന കുടുംബാംഗങ്ങളെ കൂടെ ഇതിൽ ഉൾക്കൊള്ളിക്കുക എന്നുള്ളത്. അതനുസരിച്ച് ഞങ്ങൾ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന് പരിപാടികളിലെല്ലാം വളരെ സന്തോഷത്തോടെ തന്നെ പങ്കുചേർന്നു. ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് തോന്നുന്നത്. ഇത്രയധികം ചാക്കോച്ചനെ ഒരു പടി കൂടെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, ഇതുവരെ മനസ്സിലാക്കിയിട്ടെങ്കിൽ ഒന്നുകൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് ഇതിലൂടെ ഞങ്ങൾക്ക് സാധിച്ചു. ഇതിൻ്റെ എല്ലാം പിന്നിലെ നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാം, അദ്ദേഹത്തിൻ്റെ വാക്കുണ്ട്, ജ്വലിക്കുന്ന ഒന്നിനെ മറ്റൊന്നിനെ ജ്വലിപ്പിക്കാനാവും. ഞങ്ങളെ കുടുംബത്തിലെ ജ്വലിച്ചു നിൽക്കുന്ന ഒരു വിളക്കുണ്ട്. അപ്പ മരിച്ചുപോയി, അമ്മ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ആ വിളക്കിലൂടെ പകർന്നു കൊടുത്ത ഒരു നാളമാണ് ചാക്കോച്ചൻ. 9 മക്കൾക്കും ആ നാളങ്ങൾ തെളിച്ചു കൊടുത്തു. തനിക്ക് കിട്ടിയ ആ നാളം കൂടുതൽ ശോഭയോടെ പ്രശോഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ചാക്കോച്ചൻ്റെ ആ മുഖത്ത് നോക്കിയാൽ നമുക്ക് ആ ചൈതന്യം കാണാനായിട്ട് സാധിക്കും. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ഏതൊരു പരിപാടിക്കായാലും വളരെ പ്രസന്നതയോടെയാണ് ചാക്കോച്ചൻ പ്രത്യക്ഷപ്പെടാറുള്ളത്. കാര്യം ഉള്ളിൽ കുറെ വിഷമങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്നാലും തനിക്ക് ലഭിച്ച ആ കത്തിച്ചൊലിക്കുന്ന നാളത്തെ മറ്റുള്ളവരിലേക്ക്, അത് തൻ്റെ കുടുംബത്തിൽ മാത്രം ഒതുക്കി നിൽക്കാതെ മഹാ ജൂബിലി ട്രെയിനിങ് കോളേജിൽ തൻ്റെ സേവന പാത അതാണെന്ന് അവരെ കാണിച്ചു കൊടുത്തു. അവിടെ അച്ഛൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളിലേക്കും ആ നാളം ദിനം പ്രതി പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇവിടെയെല്ലാം ശോഭിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾ കുടുംബാംഗങ്ങളെല്ലാം വളരെയധികം സന്തോഷിക്കുകയാണ്. ദൈവത്തിന് പ്രത്യേകം നന്ദി പറയാണ്. അതുപോലെ തന്നെ അച്ഛൻ്റെ അനിയൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യമാണ്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. ഈ 3 തിരുവചനങ്ങളും അച്ഛൻ്റെ ജീവിതത്തിൽ അച്ഛൻ നിറവേറ്റുന്നുണ്ട്. ആരെയൊക്കെ സമീപിക്കുകയാണെങ്കിലും വളരെ സന്തോഷത്തോടെയാണ് അച്ഛൻ ആ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതും. അതുപോലെ നന്ദി പറയാനായിട്ട് ഒരിക്കലും വിട്ടുപോകാറില്ല. എല്ലായ്പ്പോഴും മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുകയാണ്. അതാണ് അച്ഛൻ്റെ ജീവിത രഹസ്യം. കുറേ കാര്യങ്ങൾ
ഇത്രയും കാലഘട്ടത്തിനുള്ളിൽ അച്ഛനിൽ നിന്നും പഠിച്ചു കഴിഞ്ഞു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളെല്ലാവർക്കും വലിയൊരു കടമയുണ്ട്. നിശബ്ദമായ പ്രാർത്ഥന, അതാണ് ഒരു വ്യക്തിക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം. നമ്മൾ കൊടുക്കുന്ന പ്രത്യക്ഷത്തിൽ കാണുന്ന സമ്മാന വസ്തുക്കളെക്കാൾ ഉപരിയായി നിശബ്ദമായ പ്രാർത്ഥന, അതാരും കാണുന്നുണ്ടായിരിക്കില്ല, പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. വിശുദ്ധ മദർ തെരേസയുടെ വാക്കുകളാണ്. നിശബ്ദമായ പ്രാർത്ഥന ഈ അവസരത്തിൽ എല്ലാവരോടും ഞാൻ പ്രത്യേകം യാചിക്കുകയാണ്. അച്ഛന് വേണ്ടി, അച്ഛൻ്റെ ആ പൗരോഹിത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മൺപാത്രത്തിലെ നിധിയാണത്. എവിടെയെങ്കിലും ഒന്ന് തട്ടിയാൽ മതി, അത് ഉടഞ്ഞു പോകും. പക്ഷെ അത് ഉടയാതെ കൂടുതൽ ശക്തിയോടെ വളരെ അവിടെ ഇവിടെ തട്ടാതെ മുട്ടാതെ സൂക്ഷിച്ചു കൊണ്ട് നടക്കണമെങ്കിൽ, ആ വിളക്ക് കത്താതെ ശോഭിക്കണമെങ്കിൽ നമ്മുടെയൊക്കെ പ്രാർത്ഥന ഈ അവസരത്തിൽ ഞങ്ങൾ അച്ഛന് നൽകും. ഇനി എപ്പോഴെങ്കിലുമൊക്കെ ചിലപ്പോൾ നമ്മൾ വിട്ടുപോയേക്കാം, പക്ഷെ എന്നാലും എല്ലാ വൈദികർക്കു വേണ്ടിയും അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചാലും മതി. അപ്പൊ അതിന് അച്ഛനൊക്കെ ഉൾപ്പെട്ടു. ഈ കാര്യങ്ങൾ വളരെ ഭംഗിയോടെ ഈ മഹാജൂബിലി ട്രെയിനിങ് കോളേജിന്റെ പ്രിൻസിപ്പളായിട്ട് ദൈവം നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടതായ കരുത്തും ശക്തിയും എല്ലാം അച്ഛന് നൽകിയിട്ടുണ്ട്. ഇത് കൂടുതൽ കൂടുതൽ ശക്തിയോടെ ഈ ഒരു സ്ഥാപനത്തെ ഉന്നതങ്ങളിലേക്ക് ഉയരാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഞങ്ങൾ ഈ കുടുംബാംഗങ്ങളെ ഈ സ്ഥാപനത്തിലേക്ക് വിളിച്ച് ഞങ്ങളെ വളരെ സന്തോഷത്തോടെ തന്നെയാണ് നിങ്ങൾ എതിരേറ്റിട്ടുള്ളത്. അതിനെ ഈ മുന്നിലിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ പേരിലെ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങളോട് ഞങ്ങൾ എന്നും നന്ദിയുള്ളവരായിരിക്കും. എന്തു കാര്യവും ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ തന്നെയാണ് അത് സ്വീകരിക്കുക. ഞങ്ങളുടെ സഹകരണങ്ങളും ഒക്കെ നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടെ ഈ മഹാജോബി ട്രെയിനിങ് കോളേജിലെ എല്ലാ അധികാരികളോടും ഇവിടെ ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരോടുമുള്ള നന്ദി എൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് നിങ്ങളെ അറിയിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സ്റ്റെല്ല ടീച്ചറുടെ ഈ നല്ല എളിയ വാക്കുകൾക്ക് ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ പ്രത്യേകം നന്ദി പറയുന്നു. ഇതോടുകൂടെ നമ്മുടെ ഔദ്യോഗികമായ എല്ലാ പരിപാടികളും അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കുറച്ച് കലാവിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും സദസ്സിലേക്ക് ഇറങ്ങിയിരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ആദ്യമേ തന്നെ നമുക്ക് വേണ്ടി ഒരു മനോഹര ഗാനവുമായി നമ്മുടെ മുൻപിൽ എത്തുന്നു MJTCയിലത്തെ എല്ലാ അധ്യാപകരും. ജിനി
സ്വരൂപനേ കുരിശിൽ പുളയുന്ന നേരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശുവായേശനെ വാതിൽ തുറക്കൂ നീ കാലമേ കണ്ടോണ്ടി സ്നേഹസ്വരൂപനേ കുരിശിൽ പുളയുന്ന നേരത്തു ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശുവനേശനെ വാതിൽ തുറക്കൂ നീ കാലമേ അബ്രഹാം പുത്രനാം ഇസ്ഹാക്കിൻ വംശീയവല്ലി മുട്ടിട്ട പൊൻപൂവേ അബ്രഹാം പുത്രനാം ഇസ്ഹാക്കിൻ വംശീയവല്ലി മുട്ടിട്ട പൊൻപൂവേ കണ്ണീരിലാഴുമ്പോൾ കൈനീട്ടറിയണമേ കടലിനു മീതെ നടന്നവനേ വാതിൽ തുറക്കൂ നീ കാലമേ കണ്ടോണ്ടി സ്നേഹസ്വരൂപനേ കുരിശിൽ പുഴയുന്ന നേരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശുവനേശനെ വാതിൽ തുറക്കൂ നീ കാലമേ വിശ്വം കാക്കുന്ന നാഥാ വിശ്വൈകനായക ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ വിനാത്മചൈതന്യം നിറയ്ക്കൂ ആത്മചൈതന്യം നിറയ്ക്കൂ വിശ്വം കാക്കുന്ന നാഥാ വിശ്വൈകനായക ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ നിന്നാത്മചൈതന്യം നിറയ്ക്കൂ ആത്മചൈതന്യം നിറയ്ക്കൂ വിശ്വം കാക്കുന്ന നാഥാ ഇടയ